ഹായ് എവരിവൺ, ഐ ആം CMA വിപിൻ ചന്ദ്രൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 സെക്ഷൻ ഡിയിലെ CMA USA പാർട്ട് 2 സെക്ഷൻ ഡി എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റിലെ ഗ്ലൈം സോഫ്റ്റ്വെയർ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടോട്ടൽ അറൌണ്ട് ഒരു 62 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് മുമ്പായിട്ട് ആ ടോപ്പിക്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. സോ എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾ ഒരു ബേസിക് ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് എന്താണെന്നുള്ള ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഓവർലുക്ക് ചെയ്ത് റിവൈസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Organizations face several types of risk in pursuit of their strategic objectives. The risk that the treasury function will fail to adequately reconcile the organization's bank statement is an example of that kind of risk. So we have studied about lot of different types of risk, like business risk and hazard risk and financial risk and operational risk and strategic risk and political risk and inherent risk and residual risk. So a lot of risk out there. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് നേടുന്നതിൽ അവർ ഒരുപാട് റിസ്കുകൾ നേരിടേണ്ടി വരും. അതിൽ ഒരു റിസ്കിനെ പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ട്രഷറി ഫംഗ്ഷൻ വിൽ ഫെയിൽ ടു ആഡിക്വേറ്റ്ലി റീകൺസൈൽ ദ ഓർഗനൈസേഷൻസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഓർഗനൈസേഷന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റീകൺസൈൽ ചെയ്യുന്നതിൽ അവരുടെ ട്രഷറി ഫംഗ്ഷൻ ഫെയിൽ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ റീകൺസിലിയേഷൻ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തോട്ട് എങ്ങോട്ട് പോകും? ഫൈനാൻഷ്യൽ റിസ്കിലേക്ക് പോകും, അല്ലേ? ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ റിസ്കുകളാണ്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച്, കടം വാങ്ങിച്ചാൽ തിരിച്ച് കിട്ടാത്തതിന്റെ അല്ലെങ്കിൽ കടം കൊടുത്താൽ തിരിച്ച് കിട്ടാത്തതിന്റെ റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, ഇതൊക്കെയാണ് കോമൺലി ഫൈനാൻഷ്യൽ റിസ്ക് ആയിട്ട് വരുന്നത്. പക്ഷെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ശരാശരി സ്റ്റുഡന്റ് ചിലപ്പോൾ എന്ത് ചെയ്യും? അത് ഫൈനാൻഷ്യൽ റിസ്ക് ആണെന്ന് ചിന്തിക്കാം. ബട്ട് ആക്ച്വലി ഇത് ഏത് റിസ്ക് ആണ്? ഇവിടെ എന്താണ് പ്രശ്നം സംഭവിക്കുന്നത്? റീകൺസൈൽ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഫെയിൽ ആവുകയാണ്. ഫംഗ്ഷൻ ആണ് ഇഷ്യൂ. അപ്പൊ ആ ഫംഗ്ഷന്റെ പര്യാപ്തത കുറവ് കൊണ്ട്, അതിന്റെ കഴിവില്ലായ്മ കൊണ്ട്, അതിലുള്ള ഫെയിലിയർ കൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് റീകൺസൈൽ ചെയ്യാൻ പറ്റാത്തത്. വാട്ട് ഈസ് റീകൺസിലേഷൻ? ഈ പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റീകൺസൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്. പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് മാറ്റി വെരിഫൈ ചെയ്ത് ഈക്വൽ ആക്കുക, അല്ലെ? അപ്പൊ എവിടെയെങ്കിലും ചിലപ്പോൾ എമൗണ്ട് അപ്ഡേറ്റ് ആക്കാതെ ഉണ്ടാവും, ചിലയിടത്ത് അപ്ഡേറ്റ് ചെയ്തത് കൂടിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അത് വെരിഫൈ ചെയ്ത് പ്യുവർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് റീകൺസിലേഷന്റെ ലക്ഷ്യം. അപ്പൊ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് പറ്റിയില്ല ബിക്കോസ് ഓഫ് സം ഫെയിലിയർ ഇൻ അവർ ഫങ്ഷൻസ്. ഫങ്ഷൻസ് മീൻസ് ഓപ്പറേഷൻസ്. സോ ഓപ്പറേഷൻസിനകത്ത് വന്ന ഫെയിലിയർ കാരണമാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാതെ വന്നത്? പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേഷണൽ റിസ്ക്. ഇപ്പൊ ബേസിക് ആയിട്ട് ഹസാർഡ് റിസ്ക് അല്ല, സ്ട്രാറ്റജിക് റിസ്ക് അല്ല നമുക്ക് മനസ്സിലാവും. എങ്കിൽ പോലും ചില ആൾക്കാരുടെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് എന്ന വാക്ക് കേട്ടിട്ട് വേണമെങ്കിൽ അത് സ്ട്രാറ്റജിക് റിസ്ക് ആണെന്ന് വിചാരിക്കാം. ഇതൊക്കെ തന്നെ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ, നമ്മളെ തെറ്റുത്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ട്രിക്കുകളാണ്. ഒരു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഒരു കാര്യമില്ലാതെ തന്നിരിക്കുകയാണ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ ബിസിനസ്സിനും അവരുടെ സ്ട്രാറ്റജി ഒബ്ജക്റ്റീവ്സ് നേടുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഈ പറഞ്ഞ ഓപ്പറേഷൻ റിസ്ക് കാരണമാകും, ഫിനാൻഷ്യൽ റിസ്ക് കാരണമാകും, സ്ട്രാറ്റജിക് റിസ്ക്കും കാരണമാകും. എല്ലാ റിസ്കുകളും ഉൾപ്പെടും അതിനകത്ത്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് അതിന് കണക്ഷൻ ഇല്ല. ക്വസ്റ്റ്യന്റെ കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രഷറി ഫംഗ്ഷൻ ഫെയിൽ ആയി. ട്രഷറി ഫംഗ്ഷൻ ഫെയിൽ ആയത് ആ ഫംഗ്ഷൻ ശരിയില്ലാത്തത് കൊണ്ടാണ്. ഫംഗ്ഷൻ മീൻസ് ദാറ്റ് ഓപ്പറേഷൻ ഇസ് നോട്ട് റൈറ്റ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേഷണൽ റിസ്ക്. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The risk associated with a project will increase in direct proportion to all of the following except. അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എല്ലാ കാര്യങ്ങളും അതിന്റെ ഇത് കൂടുന്നതനുസരിച്ച് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ടൈം കൂടുമ്പോൾ റിസ്ക് കൂടും എന്ന് നമ്മൾ പറയത്തില്ലേ? ടൈം കൂടുമ്പോൾ എന്ത് കൂടും? റിസ്ക് കൂടും. എന്നാൽ ഇതിൽ തന്നിരിക്കുന്ന ഏതോ ഒരു സംഭവം ഡയറക്റ്റ് പ്രപ്പോർഷൻ അല്ല, മറിച്ച് ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുകയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടൈമിന്റെ കേസ് പറഞ്ഞു, ദാറ്റ് ഈസ് ഓപ്ഷൻ 1, ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ്. എന്താണ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം. സോ വെൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഇൻക്രീസസ്, ദ റിസ്ക് ഓൾസോ ഇൻക്രീസസ്. സോ ദാറ്റ് ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, അല്ലേ?
പ്രൊജക്ടിന്റെ സമയം കൂടുന്നതിനനുസരിച്ച് റിസ്ക്കും കൂടും എന്നുള്ളതൊരു ഡയറക്റ്റ് റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്റ്റ് റിലേഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. എക്സെപ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. Volatility of cash flows associated with the project. What is volatility? Volatility എന്ന് പറഞ്ഞത് ഫ്ലക്ച്വേഷൻ ആണ്. സോ ഫ്ലക്ച്വേഷൻസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും എന്തും കൂടും, റിസ്ക്കും കൂടും. വേരിയബിൾ ആയിട്ടുള്ള കമ്പോണന്റ് കൂടുമ്പോൾ എന്ത് കൂടും, തീർച്ചയായിട്ടും റിസ്ക് കൂടും. മൂന്നാമത്തത് ദ അൺസർട്ടനിറ്റീസ് സറൗണ്ടിങ് ദ ഇമ്പാക്ട് ഓഫ് ഫെഡറൽ റെഗുലേഷൻ ഓൺ ദ പ്രോജക്ട്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് അവ്യക്തത കൂടുന്തോറും തീർച്ചയായിട്ടും അതിന്റെ റിസ്ക് കൂടും. ഇപ്പൊ ഇവിടെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമം, ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അൺസർട്ടനിറ്റീസ് ഉണ്ട്. അത് നമുക്ക് അനുകൂലമാവോ പ്രതികൂലമാവോ നമുക്കറിയില്ല. ആ അൺസർട്ടനിറ്റി കൂടുമ്പോൾ തീർച്ചയായിട്ടും എന്ത് കൂടും, റിസ്ക്കും കൂടും. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ എക്ക് ഡയറക്റ്റ് റിലേഷൻ ആണ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് റിലേഷൻ ആണ്, ഓപ്ഷൻ സി ഡയറക്റ്റ് റിലേഷൻ ആണ്. Therefore, it should be option D. Option D എന്താണ്? The capital adequacy of the organization. So, what is capital adequacy? Capital adequacy എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിക്ക് അവരുടെ ലോങ് ടൈം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് അഡിക്വേറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ലോങ് ടൈം ആയിട്ട് കുറെ ബാധ്യതകൾ കാണും. ആ ബാധ്യതകളൊക്കെ മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടെങ്കിൽ വി ക്യാൻ സേ വി ഹാവ് അഡിക്വേറ്റ് ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ ആഡിക്വസി കൂടുമ്പോൾ, നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും റിസ്ക് കുറയുകയാണ്. ക്യാപിറ്റൽ ആഡിക്വസി കൂടുമ്പോൾ എന്ത് കുറയും, റിസ്ക് കുറയുകയാണ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ട്. അത്രയും പൈസ ഉള്ളപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പൈസ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വി ഹാവ് ദ ക്യാപിറ്റൽ, വി ഡോണ്ട് ഹാവ് ടു ബോറോ ഫ്രം സംവൺ എൽസ്. അല്ലെങ്കിൽ അസറ്റ് വിറ്റ് കാശാക്കേണ്ട ആവശ്യമില്ല, കടം മേടിക്കേണ്ട ആവശ്യമില്ല, ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ആ ക്യാഷ് ആവശ്യത്തിനുണ്ട്. സോ ക്യാപിറ്റൽ ആഡിക്വസി അല്ലെങ്കിൽ ആഡിക്വേറ്റ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ കൂടുന്നതനുസരിച്ച് റിസ്ക് കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഡയറക്റ്റ് റിലേഷൻ അല്ല, അത് ഇൻഡയറക്റ്റ് റിലേഷൻ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ ക്യാപിറ്റൽ ആഡിക്വസി കൂടുമ്പോൾ കുറയുമോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിൽ പോലും ബാക്കി മൂന്നും ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ then there is only one option left. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. സോ ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് എ പർട്ടിക്കുലർ ഓപ്ഷൻ, ബാക്കിയുള്ള ഓപ്ഷൻസ് നാരോ ഔട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുക, എലിമിനേറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കുക. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ദ ഓപ്ഷൻ വാസ് ഓപ്ഷൻ ഡി, ക്യാപിറ്റൽ ആഡിക്വസി. Next question. One technique for quantitatively assessing the risk faced by an organization is to weight the monetary consequences of potential event by its probability. The amount by which the maximum potential loss associated with the event exceeds the weighted average amount is called dash. അതായത് നമുക്കറിയാം, നമുക്ക് പല രീതിയിൽ നമ്മൾ ലോസിനെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എക്സ്പെക്ടഡ് ലോസ്, അൺഎക്സ്പെക്ടഡ് ലോസ്, മാക്സിമം പോസിബിൾ ലോസ് എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറി ആയിട്ട് തരംതിരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, നമ്മളൊരു വെയ്റ്റഡ് ആവറേജ് ലോസ് ഇങ്ങനെ കാൽക്കുലേറ്റ് വെച്ചിരിക്കുകയാണ്. ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോസിനെ എക്സീഡ് ചെയ്യുന്ന ലോസിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം, നമ്മൾ നോർമലി വെയ്റ്റഡ് ആവറേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, എക്സ്പെക്ടഡ് ലോസ് ആണ്, ടോട്ടൽ എക്സ്പെക്ടഡ് ലോസ് ആണ്. അത് നമ്മൾ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലോസിന്റെ പ്രോബബിലിറ്റിയും അതിന്റെ ഡോളർ വാല്യൂയും തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ലോസ് ഉണ്ടാവാനായിട്ട് 20% പ്രോബബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഡോളർ വാല്യൂ ഇമ്പാക്ട് എന്ന് പറയുന്നത് 1,00,000 ആണെന്ന് വിചാരിക്കുക. സോ വി കാൽക്കുലേറ്റ് ദ എക്സ്പെക്ടഡ് ലോസസ് 1 lakh into 20%, ദാറ്റ് ഈസ് 20,000. ഇതാണ് എക്സ്പെക്ടഡ് ലോസ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന ഈ എക്സ്പെക്ടഡ് ലോസിനേക്കാൾ എക്സ്ട്രാ ലോസ് വന്നാൽ, നമ്മൾ എക്സ്പെക്ടഡ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് 20,000 ആയിരുന്നു, പക്ഷെ ആക്ച്വലി സംഭവിച്ചത് 25,000 ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ, 5,000 രൂപ അധികമായി വന്നു. സോ ഈ അധികമായി വന്ന എക്സീഡ് ചെയ്യപ്പെട്ട എമൗണ്ടിനെ വാട്ട് വി കോൾ ഇറ്റ് ആസ് അൺഎക്സ്പെക്ടഡ് ലോസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ലോസിനെ എന്താ പറയുക, അൺഎക്സ്പെക്ടഡ് ലോസ് എന്നാണ് പറയുക. Therefore, the answer is option B, unexpected loss. Next, question number 4. Self-insurance is a synonym for dash. Risk retention, risk sharing, risk transfer, risk reduction. ഇതൊക്കെ തന്നെ എന്താണ്, റീടെൻഷനും ഷെയറിങ്ങും ട്രാൻസ്ഫറും റിഡക്ഷനും ഒക്കെ എന്താണ്, റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ആണ്.
റിസ്കിനെ എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിന് വേണ്ടി കമ്പനീസ് അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ് എന്ത്, ഈ പറഞ്ഞ റിസ്ക് റീടെൻഷൻ ആണെങ്കിലും ഷെയറിംഗ് ആൻഡ് ട്രാൻസ്ഫർ ആണെങ്കിലും റിഡക്ഷൻ ആണെങ്കിലും. റീടെൻഷനിൽ ബിസിനസ് എന്താണ് ചെയ്യുന്നത്? കമ്പനി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് റിസ്ക് സ്വയം റീറ്റെയിൻ ചെയ്യുകയാണ്. സ്വയം റീറ്റെയിൻ എന്ന് വെച്ചാൽ എന്താണ്? നിലനിർത്തുകയാണ്. അതായത് നിങ്ങളുടെ കമ്പനിക്ക് ഒരു 10 ലക്ഷം രൂപയുടെ റിസ്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിക്കാനുള്ള റിസ്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കമ്പനി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു റിസ്ക് കുറയ്ക്കാനായിട്ട്. പക്ഷെ സ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഒരു 1000 രൂപയുടെ അല്ലെങ്കിൽ 10,000 രൂപയുടെ റിസ്ക് ബാക്കിയുണ്ട്. ആ റിസ്ക് ഞങ്ങൾ സ്വയം നോക്കിക്കോളാം എന്ന് നിങ്ങളുടെ കമ്പനി ഏറ്റെടുക്കുകയാണ്. അതായത് അത് സംഭവിച്ചാലും കുഴപ്പമില്ല, സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ സ്വയം നോക്കിക്കോളാം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് കമ്പനി എടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് എക്സാമ്പിൾ ആയിട്ട് പറയാം? റിസ്ക് റീടെൻഷൻ, റീറ്റെയിൻ ചെയ്യുകയാണ്. 10,000 രൂപയുടെ റിസ്ക് എന്ത് ചെയ്യാണ്? കമ്പനി സ്വയം നിലനിർത്തുകയാണ്. ഷെയറിംഗ് ആൻഡ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് അറിയാമല്ലോ. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലുമായിട്ട് പങ്കിടുക. ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ നിന്നത് മറ്റൊരാളുടെ തലയിലേക്ക് എന്ത് ചെയ്യുക? എടുത്ത് വെക്കുക. ഷെയറിംഗിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് സാധിക്കും? ഇൻഷുറൻസ്. ഷെയറിംഗിനും ട്രാൻസ്ഫറിനും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇൻഷുറൻസിനെ പറയാൻ സാധിക്കും. ഷെയറിംഗ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ജോയിന്റ് വെഞ്ചേഴ്സ്, പാർട്ട്ണർഷിപ്പ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റിസ്ക് ഷെയറിംഗിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താ? ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ്, ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങാന്ന് വിചാരിക്കാം. ഞാനും വേറൊരു കമ്പനി തമ്മിൽ, ഇപ്പൊ ടാറ്റയും അതുപോലെ തന്നെ റിലയൻസും തമ്മിൽ ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെയുള്ള ഗുണം എന്താണ്? അതിൽ നഷ്ടം സംഭവിച്ചാലും രണ്ടുപേരും കൂടെ തുല്യമായിട്ടായിരിക്കും വഹിക്കുന്നത്. അപ്പൊ ഒരാൾക്ക് മാത്രമായിട്ട് വലിയ റിസ്ക് ഇല്ല, രണ്ടുപേർക്കും ഉണ്ട് റിസ്ക്. അവിടെ നമ്മൾ ആ റിസ്കിനെ എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കൂടെ വിളിച്ചോണ്ട് പോകും ചിലപ്പോൾ. അവിടെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവനും കൂടെ അത് കുറച്ച് കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. ദാറ്റ്സ് എ റിസ്ക് ഷെയറിംഗ്. റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ നമ്മുടെ റിസ്കിനെ എന്ത് ചെയ്യുന്നു? മറ്റൊരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതിനാണ് നമ്മൾ കൂടുതലും ഇൻഷുറൻസ് പോളിസീസ് ഉപയോഗിക്കുന്നത്. റിസ്ക് ട്രാൻസ്ഫറിൽ ഫയർ ഇൻഷുറൻസ് എടുത്താൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇരിക്കുന്ന സാധനങ്ങൾ തീപിടിച്ച് നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ തുക അല്ലെങ്കിൽ ഒരു 90% വാല്യൂ എങ്കിലും ആര് നമുക്ക് തരും? ഇൻഷുറൻസ് കമ്പനി തരും. അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു തീപിടുത്തമാണെങ്കിൽ. നിങ്ങൾ സ്വയം തീപിടുത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തരത്തില്ല. അത് നാച്ചുറലി ഉണ്ടായ ഒരു തീപിടുത്തമാണ്, നിങ്ങളുടെ സാധനങ്ങളെല്ലാം കത്തിപ്പോയെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് എന്ത് തരും? ആ കത്തിപ്പോയ സാധനങ്ങളുടെ തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് തരുന്നതായിരിക്കും. സോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് റിസ്ക് ട്രാൻസ്ഫർ ആണ്. റിസ്ക് റിഡക്ഷൻ എന്താണ്? റിസ്ക് റിഡക്ഷൻ മീൻസ് നോർമലി റിസ്ക് എന്തൊക്കെയാണോ ഒന്ന് കണ്ടെത്തിയതിനു ശേഷം അത് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓരോ എംപ്ലോയീസും സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് റിസ്ക് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ തന്നെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു. ഈ റിസ്ക് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? പ്രോപ്പർ ആയിട്ടൊരു CCTV വെക്കുക, അതുപോലെ ഒരു വാച്ച്മാനെ വെക്കുക, എല്ലാ ദിവസവും അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ കൗണ്ട് എടുക്കുക. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ? റിസ്ക് റിഡക്ഷൻ ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഹിയർ ഈസ് സെൽഫ് ഇൻഷുറൻസ് ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളതാണ്. സെൽഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഇത് ഇൻഷുറൻസ് അല്ലേ, ഇൻഷുറൻസ് ആണെങ്കിൽ അത് റിസ്ക് ട്രാൻസ്ഫർ ആയിരിക്കുമല്ലോ എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് നോട്ട് ദ പോയിന്റ്. ഇവിടെ റിസ്ക് ഇൻഷുറൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സെൽഫ് ഇൻഷുറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദിസ് സെൽഫ് ഇൻഷുറൻസ്? സെൽഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്വയം ഇൻഷുർ ചെയ്യുകയാണ്. കമ്പനി ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ഇൻഷുറൻസ് എടുത്തു എന്നല്ല അതിനർത്ഥം. സ്വയം കമ്പനി അവരുടെ ഒരു റിസ്കിനെ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. സോ റീറ്റെയിൻ മീൻസ് ഇറ്റ്സ് ആൻ ഓപ്ഷൻ, റിസ്ക് റീടെൻഷൻ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ തന്നെ കോമ്പൻസേഷൻ കൊടുക്കും. ഐ വിൽ പേ ദ കോമ്പൻസേഷൻ. ആ എംപ്ലോയീസിന് കോമ്പൻസേഷൻ ആര് കൊടുക്കും? ഇൻഷുറൻസ് കമ്പനി കൊടുക്കണ്ട, പകരം ആര് കൊടുക്കും? നമ്മളുടെ കമ്പനി, അതായത് എന്റെ കമ്പനി ആയിട്ടുള്ള കമ്പനി തന്നെ ഈ ഇൻഷുറൻസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കും. സോ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് എ സെൽഫ് ഇൻഷുറൻസ്. വി ഹാവ് ടു പേ ഔട്ട് ഓഫ് അവർ പോക്കറ്റ്. We are not relying on someone else or third party. So this is an example. Self insurance എന്ന് പറയുന്ന ആ ഒരു particular term is an example for risk retention because the liability is retained by the company. The company തന്നെ സ്വയം എന്ത് ചെയ്യാണ്? ആ ഒരു ലയബിലിറ്റിനെ റീറ്റെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഇൻഷുറൻസ് എന്ന വാക്കുണ്ട് എന്ന് കരുതി പെട്ടെന്ന് ചാടിക്കേറിയത് റിസ്ക് ട്രാൻസ്ഫർ ആണെന്നോ റിസ്ക് ഷെയറിംഗ് ആണെന്നോ പോയി ആൻസർ ചെയ്യരുത്. സെൽഫ് ഇൻഷുറൻസ് is an example for risk retention. Okay. So next question.
A landlord owns an office building in a major floodplain. The landlord has decided to sell the building to a group of investors. The landlord has adopted a risk strategy of dash. ഒരു ലാൻഡ് ലോഡ്, അയാൾക്ക് കുറെ സ്ഥലമുണ്ട്. അതിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ ആ ബിൽഡിങ്ങിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്, ഫ്ലഡ് പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ റിസ്ക് ഉണ്ട്, ഒരുപാട് റിസ്ക്. സോ ഈ റിസ്ക് കുറയ്ക്കാനായിട്ടോ ഒഴിവാക്കാനായിട്ടോ അദ്ദേഹം എന്ത് ചെയ്തു, ഇത് കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് അങ്ങ് വിറ്റു. ദ ലാൻഡ് ലോർഡ് ഹാസ് ഡിസൈഡഡ് ടു സെൽ ദ ബിൽഡിംഗ്. ബിൽഡിംഗ് എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്. ഇതിലൂടെ ഇദ്ദേഹം ഏത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഏത് സ്ട്രാറ്റജിയാണ്? ഏത് സ്ട്രാറ്റജി ആയിരിക്കും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? റിസ്ക് അവോയ്ഡൻസ് ആണ്. റിസ്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഏതാണോ ഒരു പർട്ടിക്കുലർ റിസ്ക് ആയിട്ട് തോന്നുന്നത്, ആ റിസ്കിൽ നിന്ന് പൂർണ്ണമായിട്ടും എക്സിറ്റ് ആവുക എന്നുള്ളതാണ് റിസ്ക് അവോയ്ഡൻസ്. ഇപ്പൊ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന സ്ഥലത്ത് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് വിറ്റ് ഒഴിവാക്കുക, പിന്നെ ആ റിസ്ക് ഇല്ലല്ലോ. എക്സാം എഴുതുവാണെങ്കിൽ ഫെയിൽ ആവും എന്നൊരു റിസ്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എക്സാം എഴുതാതിരിക്കുക, റിസ്ക് അവോയ്ഡ് ചെയ്യുക. വണ്ടി ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാകും എന്നൊരു റിസ്ക് ഉണ്ട്, ആ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യുക? വണ്ടി ഓടിക്കാതിരിക്കുക. ബിസിനസ് ചെയ്താൽ ബിസിനസ് ഫ്ലോപ്പ് ആവുമെന്ന് പേടിയുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാതിരിക്കുക. സോ ദാറ്റ് ഈസ് റിസ്ക് അവോയ്ഡൻസ്. പൂർണ്ണമായിട്ടും ആ പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണ്, എക്സിറ്റ് ആവുകയാണ്, പിൻവാങ്ങുകയാണ്. നമ്മൾ ആ റിസ്കേ എടുക്കുന്നില്ല. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റിസ്ക് അവോയ്ഡൻസ്. സോ ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. All of the following are potential benefits of risk management except. Okay, this is a confusing question to some extent. താഴെ തന്നിരിക്കുന്നവയിലെല്ലാം തന്നെ റിസ്ക് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ് ആണ്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ആണ്, ഒന്നൊഴികെ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓരോ പ്രധാനമായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ബിയും സിയും. എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. തീർച്ചയായിട്ടും നല്ലൊരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് റിസോഴ്സസിനെ എഫിഷ്യന്റ്ലി അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഏത് ഏരിയയിലാണ് കൂടുതൽ പൈസ ആവശ്യമായിട്ട് വരുന്നത്, ഏത് ഏരിയയിലാണ് സ്റ്റാഫ് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി ഇൻ റെസ്പോണ്ടിങ് ടു അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, മുൻകൂട്ടി കാണാത്ത പല സിറ്റുവേഷനിലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, പെട്ടെന്ന് എങ്ങനെ പ്ലാൻ മാറ്റണം എന്നൊക്കെ തീരുമാനിക്കാൻ ദീസ് കൈൻഡ് ഓഫ് റിസ്ക് സ്ട്രാറ്റജീസ് ഹെൽപ്പ് us. ബിക്കോസ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ ശ്രമിക്കും. എന്തൊക്കെയാണ് പൊട്ടൻഷ്യലി നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള റിസ്കുകൾ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും റിസ്ക് മാനേജ്മെന്റിന് സാധിക്കും. ഇനിയുള്ള രണ്ട് ഓപ്ഷനിൽ ഒന്ന് ഓപ്ഷൻ എ ലോവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും മറ്റൊന്ന് റെഡ്യൂസ്ഡ് ഇൻഹറന്റ് റിസ്കും. ഇതിൽ പലപ്പോഴും നിങ്ങൾ പെട്ടെന്ന് ചാടിക്കേറി പോകാൻ സാധ്യതയുള്ളത്, അതായത് അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ അയാൾ ചാടിക്കേറി ഉത്തരം ചെയ്യാൻ സാധ്യതയുള്ളത് ലോവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കാരണം അത് മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ലേ, റിസ്കുമായിട്ട് റിലേറ്റഡ് ആണോ എന്നൊക്കെയുള്ള പല തോട്ടുകളും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ബട്ട് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സോ വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദ മിനിമം റിട്ടേൺ ദാറ്റ് എ കമ്പനി എക്സ്പെക്ട് ഫ്രം എ ഇൻവെസ്റ്റ്മെന്റ്. ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന ആ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങണമെന്ന് കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാൻ ഫാക്ടർ ആവുന്ന ഘടകമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. ഞാൻ എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് 8% എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 1 ലക്ഷത്തിന്റെ 8% 8,000 രൂപയെങ്കിലും എനിക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ ആ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഇവിടെ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നല്ല രീതിയിൽ വർക്ക് ആവുകയാണെങ്കിൽ, റിസ്ക് കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഭവം കുറയും. 8% എന്നുള്ളത് ചിലപ്പോൾ എന്താവും, 6% ആവും. അതായത് എനിക്ക് റിസ്ക് കുറവാണ്, അപ്പൊ എനിക്ക് വേണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതായിരിക്കും. സോ റിസ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ വെരി വെരി ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ്. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? തീർച്ചയായിട്ടും ഏതായിരിക്കും? ബാക്കി 3 ഓപ്ഷനും ശരിയാണെങ്കിൽ ദ ആൻസർ വിൽ ബി ഇൻഹറന്റ് റിസ്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കാം, റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇൻഹറന്റ് റിസ്ക് കുറയില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ആദ്യം ഇൻഹറന്റ് റിസ്ക് എന്താണെന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം.
നമുക്ക് രണ്ട് റിസ്കുകളാണ് ഇതുകൊണ്ട് ബന്ധപ്പെട്ട് വരുന്നത്, ഇൻഹറന്റ് റിസ്ക് ആൻഡ് റെസിഡ്യൂവൽ റിസ്ക്. ഇൻഹറന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ആക്ടിവിറ്റിയിലും നാച്ചുറലി ഉണ്ടാകുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റിസ്കിനെയാണ് ഇൻഹറന്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സിമ്പിൾ രണ്ട് സ്ഥാപനങ്ങൾ എടുക്കുക. ഒന്ന് ഒരു റെസ്റ്റോറന്റ്, ഒന്നൊരു റെസ്റ്റോറന്റ് ആണ്, ഒന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. റെസ്റ്റോറന്റ് ബിസിനസ്, ടെക്സ്റ്റൈൽ ഷോപ്പ്. നിങ്ങൾ പറയൂ, ഇതിൽ ഏത് കമ്പനിക്കാണ് കൂടുതൽ റിസ്ക് ഉണ്ടായിരിക്കുക? ആ കൂടുതൽ റിസ്ക് എന്ന് പറയുന്നതാണ് അവരുടെ ഇൻഹറന്റ് റിസ്ക്. ഏത് കമ്പനിക്കാണ് ഇവിടെ ഇൻഹറന്റ് റിസ്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിനാണോ, ഒരു റെസ്റ്റോറന്റിനാണോ? അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ടെക്സ്റ്റൈൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾ കുറെ തുണി വാങ്ങിച്ചു വെച്ചു. ഈ തുണി നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വിൽക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ? നിങ്ങൾക്ക് ഒരാഴ്ച വേണമെങ്കിൽ അത് കീപ്പ് ചെയ്യാം, ഒരു മാസം കീപ്പ് ചെയ്യാം. നല്ല കണ്ടീഷനിലും എ സിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്, ഈ പറഞ്ഞ മൂട്ടയും മറ്റു സാധനങ്ങളും ചെതലരിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവാതെ നോക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു വർഷത്തോളം ഇരിക്കും, അതിൽ കൂടുതലും വേണമെങ്കിൽ ആ ഡ്രസ്സ് ഇരിക്കും. അത് ചീത്തയായി പോകുന്നില്ല, അൺലെസ് യു ആർ അത് മോശമായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചീത്തയാവും. നോർമൽ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ടിരിക്കും. ബട്ട് യു കനോട്ട് സേ ദാറ്റ് അബൌട്ട് എ റെസ്റ്റോറന്റ്, അല്ലേ? റെസ്റ്റോറന്റിൽ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു, അൽഫാമും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാക്സിമം പല കടക്കാരും ചിലപ്പോൾ പിറ്റേന്ന് വേണമെങ്കിൽ ചൂടാക്കി തരുമായിരിക്കും. ഒരു 2 ദിവസത്തിനപ്പുറം ഒന്നും ഒരാൾക്കും ആ ഫുഡിനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. കച്ചവടം നടന്നില്ലെങ്കിൽ അതെടുത്ത് അയ്യത്ത് കളയുക, ഡിസ്പോസ് ചെയ്യുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ അത് കച്ചവടം നടന്നില്ലെങ്കിൽ വൻ നഷ്ടമാണ്. പക്ഷെ ഡ്രസ്സിന്റെ കേസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താ? ഡ്രസ്സ് 2 ദിവസം കഴിഞ്ഞ് വിറ്റ് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിൽക്കാൻ പറ്റും, ഒരു മാസം കഴിഞ്ഞ് വേണമെങ്കിൽ അത് വിറ്റ് പോകാം. അപ്പൊ ഇവിടെ ഇൻഹറന്റ് റിസ്ക്, ദ നാച്ചുറൽ റിസ്ക് എക്സിസ്റ്റഡ് ഇൻ ആൻ ആക്ടിവിറ്റി, ഇവിടെ ഏതിലാണ് കൂടുതൽ? റെസ്റ്റോറന്റ് ബിസിനസ്സിലാണ്. അപ്പൊ ഈ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാൻ പറ്റും? എ റെസ്റ്റോറന്റ് ബിസിനസ് ഹാവ് മോർ ഇൻഹറന്റ് റിസ്ക് ദാൻ എ ടെക്സ്റ്റൈൽ ഷോപ്പ്. സോ ദാറ്റ് ഈസ് ഇൻഹറന്റ് റിസ്ക് എന്ന് പറയുന്നത് ഓരോ സ്ഥാപനത്തിനും വ്യത്യസ്തമായിരിക്കും, ഓരോ ആക്ടിവിറ്റിയും വ്യത്യസ്തമായിരിക്കും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറലി അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ആ റിസ്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. അതായത് ഇൻഹറന്റ് റിസ്ക് എന്ന് പറയുന്നത് കമ്പനി യാതൊരു തരത്തിലുള്ള സ്ട്രാറ്റജീസും അപ്ലൈ ചെയ്യാതെ, യാതൊരു വിധത്തിലുള്ള കൺട്രോളിങ് മെഷേഴ്സും അപ്ലൈ ചെയ്യാത്തപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് ഇൻഹറന്റ് റിസ്ക് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്തു, എല്ലാ മാനേജ്മെന്റ് സ്ട്രാറ്റജീസും ഇറക്കി, എല്ലാ രീതിയിലുള്ള ഇമ്പാക്റ്റും അതിൽ കൊണ്ടുവന്നു, അതിനുശേഷം ബാക്കിയാകുന്ന റിസ്കിനെ നമ്മൾ എന്തെന്ന് പറയും? റെസിഡ്യൂവൽ റിസ്ക് എന്നാണ് പറയുക. എന്താ പറയുക? റെസിഡ്യൂവൽ, RESIDUAL, റെസിഡ്യൂവൽ റിസ്ക് എന്നാണ് പറയുക. അപ്പൊ ഇവിടെ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയുടെ ബെനിഫിറ്റ് അല്ല എന്തെന്ന് പറയുന്നത്, റെഡ്യൂസ്ഡ് ഇൻഹറന്റ് റിസ്ക് എന്ന് പറയുന്നത്. റെഡ്യൂസ്ഡ് റിസ്ക് എവിടെയാണ് ഉണ്ടാവുന്നത്? അത് റെസിഡ്യൂവൽ റിസ്കിലാണ്. ബിക്കോസ് നമ്മളുടെ ഈ പറഞ്ഞ കൺട്രോളിങ് ആക്ടിവിറ്റീസ് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം അതിലുണ്ടാവുന്ന റിസ്ക് ആണ് റെസിഡ്യൂവൽ റിസ്ക്. സോ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി അപ്ലൈ ആവുന്നത് റെസിഡ്യൂവൽ റിസ്കിലാണ്, ഇൻഹറന്റ് റിസ്കിൽ അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. ഇനി നമുക്ക് ഇൻഹറന്റ് റിസ്കിന്റെ മറ്റൊരു എക്സാമ്പിളോടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ എ കമ്പനി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റൈൽ ഷോപ്പിന് ഇൻഹറന്റ് റിസ്ക് കമ്പയർഡ് ടു റെസ്റ്റോറന്റ് കുറവാണ്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിനെ നിങ്ങൾ ഒരു ജ്വല്ലറിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. ഒരു സ്വർണ്ണക്കട, കല്യാൺ ജ്വല്ലേഴ്സ് പോലെ, മലബാർ ഗോൾഡ് പോലെ ഒരു സ്വർണ്ണക്കടയുമായിട്ട് നിങ്ങൾ ഒരു തുണിക്കടയിനെ കമ്പയർ ചെയ്യുക. ഇതിൽ ആർക്കാണ് ഇൻഹറന്റ് റിസ്ക് കൂടുതൽ? ആർക്കായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കായിരിക്കാം കൂടുതൽ? തീർച്ചയായിട്ടും അവിടെ ടെക്സ്റ്റൈലിനാണ് കൂടുതൽ ഇൻഹറന്റ് റിസ്ക് വരിക. കാരണം എന്താ? ടെക്സ്റ്റൈലിൽ നമ്മൾ തുണി എടുത്ത് നോക്കുന്നു, തുണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ തുണിയുടെ പ്രത്യേകത? അത് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആളുകളുടെ ഡിമാൻഡിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഫാഷൻ ട്രെൻഡുകളാണ്. ചില സമയത്ത് ആൾക്കാർക്ക് ഫ്രോക്ക് ഇടാനായിരിക്കും താല്പര്യം, ചില സമയത്ത് ആൾക്കാർക്ക് ജീൻസ് ടോപ്പ് ഇടാനായിരിക്കും താല്പര്യം, ചില സമയത്ത് ആൾക്കാർക്ക് സാരി ആയിരിക്കും, ചില സമയത്ത് ചുരിദാർ ആയിരിക്കും, ചില സമയത്ത് പാന്റ് ഷർട്ടും ആയിരിക്കും, മുണ്ടായിരിക്കും. ഇറ്റ് ചേഞ്ചസ്, അല്ലെ? അപ്പൊ നിങ്ങളൊരു ചൈനീസ് കോളർ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇടയ്ക്കുണ്ടായിരുന്നു. ആളുകൾ, ആൺകുട്ടികൾ ഷർട്ട് ഇടുമ്പോൾ ചൈനീസ് കോളർ ഷർട്ട്സ് ആയിരുന്നു ഇടുന്നത്. അപ്പൊ ഈ ചൈനീസ് കോളർ ഷർട്ട് എടുത്ത് നമ്മൾ ബൾക്കിന് സ്റ്റോക്ക് ചെയ്ത് വിറ്റ് പോകുമെന്ന് വിചാരിച്ചു. ബട്ട് വിറ്റ് പോയില്ല എന്ന് വിചാരിക്കുക. പിന്നെ നമുക്കത് വിൽക്കണമെങ്കിൽ അതിന്റെ ഒരു ട്രെൻഡ് വരുന്ന വരെ കാത്തിരിക്കണം. അതിലിപ്പോ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതേസമയം നിങ്ങളൊരു ഡിസൈനിൽ ഒരു മാല, സ്വർണ്ണക്കടയിലെ മാലയും മോതിരവും ഒക്കെ ഉണ്ടാക്കി വെച്ചു. ആ ട്രെൻഡ് ഇഷ്ടപ്പെടുന്നില്ല, ആ പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഗോൾഡ് ഉരുക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ മാറ്റാൻ സാധിക്കും. ഒരു മാല എടുക്കുന്നു, അത് ഉരുക്കുന്നു, യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് പ്രൊഡക്റ്റ്. അപ്പൊ അവിടെ ആ ഫാഷൻ മാറുന്നു, ട്രെൻഡ് മാറുന്നു എന്നുള്ള പേടി വേണ്ട. കാരണം അതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മോൾഡ് ചെയ്യാം. പക്ഷെ തുണി, ഓൾറെഡി കൊണ്ടുവച്ച തുണി ചൈനീസ് കോളർ വെച്ചതിനകത്ത് പിന്നെ നമ്മൾ കോട്ടൺ കോളർ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും, നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇത്
അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ടെക്സ്റ്റൈലിന്റെ ഇൻഹറന്റ് റിസ്ക് എന്താണ്? ജ്വല്ലറിയേക്കാൾ കൂടുതലാണ്. മാത്രമല്ല സ്വർണം എന്ന് പറയുന്നതിന് എപ്പോഴും ഒരു മൂല്യമുണ്ട്, അത് നഷ്ടപ്പെടത്തില്ല, വില കൂടത്തേ ഉള്ളൂ. തുണിയുടെ കാര്യം അങ്ങനെയല്ല, തുണി പഴകും തോറും അതിന്റെ വില കുറയും. അപ്പൊ ഇങ്ങനെ ഓരോ ബിസിനസ്സുകളും കമ്പയർ ചെയ്യുമ്പോൾ എവറി ബിസിനസ് ഹാസ് സം amount of inherent risk. Inherent risk is a risk that exists in an activity or a business without the internal control facilities, without the impact of internal control, without the risk management strategies. ഒന്നുമില്ലാത്തപ്പോൾ നാച്ചുറലി ഒരു പർട്ടിക്കുലർ ബിസിനസ്സിലോ ആക്ടിവിറ്റിയിലോ എക്സിസ്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയുന്നത്. And reduced inherent risk is not a benefit of risk management strategy. Which one of the following is not considered a key step in risk management process? റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഒരു കീ സ്റ്റെപ്പ് അല്ലാത്ത ഓപ്ഷൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിൽ ചില കാര്യങ്ങൾ അതിന്റെ സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സിലെ സ്റ്റെപ്പാണ്, ഒരെണ്ണം ഒഴികെ. ഇപ്പൊ ഏതാണ് ഒരെണ്ണം? നിങ്ങൾ തന്നെ ഒന്ന് ഓപ്ഷൻസ് കൺസിഡർ ചെയ്ത് നോക്കൂ. പ്രയോറിറ്റൈസിങ് റിസ്ക്, റീകൺസിഡർ കറന്റ് റിസ്ക്, ഫോർമുലേറ്റ് റിസ്ക് റെസ്പോൺസ്, അസസ് റിസ്ക്. ഏതാണ് ഇതിനകത്ത് ഓഡ് വൺ ഔട്ട്? നമ്മൾ റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. സിഗ്നിഫിക്കന്റ് റിസ്ക് ആണോ, ഇൻസിഗ്നിഫിക്കന്റ് റിസ്ക് ആണോ, മോഡറേറ്റ് റിസ്ക് ആണോ എന്നൊക്കെ റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. അസസ് ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും അസസ് ചെയ്യാറുണ്ട്, അളക്കാറുണ്ട്. നമ്മൾ എത്രത്തോളം റിസ്ക് ഉണ്ട്, അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവും, പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ടാവും, നമ്മൾ അസസ് ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും അസസ് ചെയ്യാറുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്തതിനു ശേഷം നമ്മൾ റിസ്ക് റെസ്പോൺസ് ഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. ആ റിസ്കിനെയൊക്കെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ we assess risk, we prioritize risk, we formulate risk response, but we don't reconsider current risk. That is not a key step in risk management process. A firm can mitigate the risk of financial loss from possible on-the-job injury of one of its employees through dash. നല്ലൊരു ചോദ്യമാണ്. അതായത് ഒരു എംപ്ലോയി, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറി എന്ന് പറയുന്ന ഒരു റിസ്ക് ആണ്. ആ എംപ്ലോയിക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറി ഈസ് എ റിസ്ക്. ഈ റിസ്ക്, ആ റിസ്ക് കാരണം നമുക്ക് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവും. അയാളുടെ ആശുപത്രി ചെലവ്, അയാൾക്ക് അത്രയും ജോലി ചെയ്യാൻ പറ്റാത്ത ദിവസം നമുക്ക് അതിന് സാലറി കൊടുക്കണം, നല്ല കമ്പനി ആണെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് കോമ്പൻസേഷൻ ആയിട്ട് നല്ലൊരു എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഈ ഫൈനാൻഷ്യൽ ലോസ് നമുക്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം? മിറ്റിഗേറ്റ് മീൻസ് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള ഇഞ്ചുറീസിനെ നമ്മൾ എടുക്കുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്. ഏത് കൈൻഡ് ഓഫ് ഇൻഷുറൻസ് ആണ്? ഇങ്ങനെ എംപ്ലോയിക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറി, നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എംപ്ലോയിക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറി കവർ ചെയ്യാനായിട്ട് ഏത് ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് എന്നാണ് ചോദ്യം. വി ടേക്ക്. ഇപ്പൊ ഇതില് ഓപ്ഷൻസ് വായിക്കുമ്പോൾ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഇപ്പൊ കീ എംപ്ലോയി ഇൻഷുറൻസ്, എംപ്ലോയി എന്ന വാക്കുള്ളത് കൊണ്ട് ചാടിക്കയറി അത് ക്ലിക്ക് ചെയ്യാം. വർക്കർ, എംപ്ലോയിയുടെ മറ്റൊരു പേരാണല്ലോ വർക്കർ, അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യാം. അപകടമായതുകൊണ്ട്, ഇഞ്ചുറി ആയതുകൊണ്ട് ചില ആൾക്കാർ ഹസാർഡിനെ പറ്റിയും ചിന്തിക്കാം. ബട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഹസാർഡ് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് നാച്ചുറൽ കലാമിറ്റീസിനെതിരെയും പാൻഡമിക്സിന് കാരണമൊക്കെ ഉണ്ടാകുന്ന റിസ്കിനെതിരെയാണ്. വെള്ളപ്പൊക്കം, തീപിടുത്തം, ചുഴലിക്കാറ്റ്, അതൊക്കെ കാരണം നമ്മുടെ വണ്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്കോ ബിൽഡിങ്ങിനോ അസറ്റിനോ ഒക്കെ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് ഹസാർഡ് ഇൻഷുറൻസ് എടുക്കുന്നത്. ഈ എംപ്ലോയീസ് ഇഞ്ചുറി ആവുന്നത്, കസ്റ്റമർ, ഇപ്പൊ നിങ്ങളുടെ കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ എന്താണ് ഷോപ്പിൽ വെച്ചിട്ട് മറിഞ്ഞു വീണു, അയാൾക്ക് ഇഞ്ചുറി ഉണ്ടായി, അങ്ങനെയൊക്കെയുള്ള ഇഞ്ചുറീസിനെല്ലാം തന്നെ വി ടേക്ക് ലയബിലിറ്റി ഇൻഷുറൻസ്. പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്തിടുക. എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന അയാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായാൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇറ്റ് കംസ് അണ്ടർ വിച്ച് ഇൻഷുറൻസ്? ലയബിലിറ്റി ഇൻഷുറൻസ്. ഫയർ, ടൊർണാഡോ, സുനാമി, ഈ പറഞ്ഞ ഫ്ലഡ്, ഡ്രോട്ട്, ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസിനെതിരെ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഹസാർഡ് ഇൻഷുറൻസ്. Next question number 9. A toothbrush manufacturer has noticed a shift to customer preference in its growing Asian sales market toward an electronic battery operated toothbrush from a manual toothbrush. This shifting of customer taste best represent what type of risk to the toothbrush manufacturer? നിങ്ങളൊരു ടൂത്ത് ബ്രഷ് മാനുഫാക്ചർ ആണ്, ബ്രഷ് ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അദ്ദേഹം മനസ്സിലാക്കി ഏഷ്യൻ മാർക്കറ്റിൽ ഒരു പ്രത്യേക ട്രെൻഡ് കാണുന്നുണ്ട്. മാനുവലി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൂത്ത് ബ്രഷിന് പകരമായിട്ട് അവിടെ ആളുകൾ
ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. നോർമലി ടൂത്ത് ബ്രഷ് നമുക്കറിയാം നമ്മൾ തന്നെ കൈ വെച്ചിട്ട് പല്ല് തേക്കണം. ഇലക്ട്രോണിക് ആകുമ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ വായിൽ വെച്ച് കൊടുത്താൽ മതി, അത് തന്നെ മൂവ് ആയിട്ട് ക്ലീൻ ചെയ്ത് തരുമായിരിക്കും. ഐ ഡോണ്ട് നോ. അങ്ങനെ ഒരു ട്രെൻഡ് അദ്ദേഹം ഏഷ്യൻ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ കസ്റ്റമറിന്റെ ഈ ടേസ്റ്റിൽ ഉണ്ടാവുന്ന ഈ ചേഞ്ച്, ഈ പ്രിഫറൻസിൽ ഉണ്ടാവുന്ന ഈ ചേഞ്ച് ടൂത്ത് ബ്രഷ് മാനുഫാക്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് റിസ്ക് ആണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഇത്തരത്തിലുള്ള ഷിഫ്റ്റ് ഇൻ കസ്റ്റമർ ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ കസ്റ്റമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതൊക്കെ എന്താണ്? സ്ട്രാറ്റജിക് റിസ്ക് ആണ്. എന്ത് റിസ്ക് ആണ്? സ്ട്രാറ്റജിക് റിസ്ക് ആണ്. ബിക്കോസ് കസ്റ്റമറിന്റെ മൈൻഡ് സെറ്റ് മാറിയാണ്. സോ വി ഹാവ് ടു ബി ഇന്നോവേറ്റീവ്. അയാൾ ടൂത്ത് ബ്രഷ് ഇലക്ട്രോണിക് ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മളാണ് ആദ്യം ഇറക്കേണ്ടത്. നമ്മളത് ഇറക്കാതിരിക്കുന്നത് തന്നെ ഇറ്റ്സ് എ സ്ട്രാറ്റജിക് റിസ്ക്. കാരണം നമ്മുടെ കോമ്പറ്റീറ്റർ നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് അത് ചിന്തിച്ചത് കൊണ്ടാണ് അയാൾ അത് ഇറക്കിയത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ സ്ട്രാറ്റജിക്കലി പിന്നിലാണ്. ഇനി അവരത് ഇറക്കി, ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പോഴും നമ്മൾ മാനുവലി ഉള്ള ടൂത്ത് ബ്രഷ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ കുറെ കാലം കഴിയുമ്പോൾ അറിയാൻ പറ്റില്ല, ആളുകളെല്ലാം ഇലക്ട്രോണിക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം ആളുകൾക്ക് കൈ അനക്കുന്നത് പോലും അത്രയും മടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെ? എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പൊ രാവിലെ പല്ല് തേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഇലക്ട്രോണിക്കലി നടക്കുമെങ്കിൽ മേ ബി ഇൻ 10 years ടൈം, ചിലപ്പോൾ പോട്ടെ 10 years വേണമെന്നില്ല, 2 years ടൈം എവറിബഡി മേ ചൂസ് ദാറ്റ്. നിങ്ങൾ സിംപ്ലി ആലോചിച്ചാൽ മതി. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് 2019 മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ, ഓ പിന്നെ ആരെങ്കിലും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമോ, ഓൺലൈൻ ഒക്കെ ഇരുന്നാൽ പഠിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബട്ട് കോവിഡ് വന്ന സമയത്ത് എല്ലാവരും ഓൺലൈനായി. ഓൺലൈൻ എന്ന് പറഞ്ഞ് ചിന്തിക്കാത്തവർ പോലും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഓൺലൈൻ ക്ലാസ് മതി എന്നുള്ള രീതിയിൽ വരെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഞൊടിയിടയിലായിരിക്കും ഈ കസ്റ്റമറിന്റെ ഒരു രീതികൾ മാറുന്നത്. അപ്പൊ വി ഷുഡ് ബി അഹെഡ് ഓഫ് ദം. കസ്റ്റമർ നമ്മൾ ഒരു മുഴം മുന്നേ എന്ന് പറയും. അത് പറ്റിയില്ല എങ്കിൽ യു വിൽ ഹാവ് സ്ട്രാറ്റജിക് റിസ്ക്. സ്ട്രാറ്റജിക് റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കമ്പനി ഫീൽഡ് ഔട്ട് ആവാൻ വരെയുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയ പോലുള്ള സ്ഥാപനങ്ങൾ അത്രയും വലിയ മൊബൈൽ കമ്പനി ആയിരുന്നിട്ട് പോലും സ്ട്രാറ്റജിക്കലി അവരെടുത്ത മണ്ടൻ തീരുമാനങ്ങൾ കാരണമാണ് ഇന്ന് ഫീൽഡ് ഔട്ട് ആയി പോയത്. കറക്റ്റ് സമയത്ത് ആൻഡ്രോയിഡുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നല്ലൊരു സ്മാർട്ട് ഫോൺ ഇറക്കാൻ അവർക്ക് പറ്റിയിരുന്നെങ്കിൽ അവര് ഇന്ന് ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ നമ്പർ 1 മാനുഫാക്ചറർ ആയിട്ട് നിന്നേനെ. ബട്ട് അവരത് ചെയ്യാത്തത് കൊണ്ട് ദേ ലോസ് ദെയർ മാർക്കറ്റ്. അതർ കോമ്പറ്റീറ്റേഴ്സ് ജസ്റ്റ് ടുക്ക് ഓവർ ദം, ഓവർടേക്കിംഗ് ദം. അതുകൊണ്ട് അവർക്ക് ആ പൊസിഷൻ നഷ്ടപ്പെട്ടു. സോ ഇറ്റ്സ് എ സ്ട്രാറ്റജിക് റിസ്ക്. A large multinational company currently has its information technology department located in Germany. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവരുടെ IT ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളത്. ഈ റിസ്ക്, സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് ഈ പറഞ്ഞ IT ഡിപ്പാർട്ട്മെന്റിലെ സിസ്റ്റം ഒക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ആവുകയോ വർക്ക് ആവാതിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഉണ്ടാകും എന്ന് പേടിച്ച് അത് കുറയ്ക്കാനായി കമ്പനി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടായിട്ട് വിഭജിക്കാൻ തീരുമാനിച്ചു. അതും ജിയോഗ്രഫിക്കലി സെപ്പറേറ്റ് ലൊക്കേഷൻസിലായിട്ട്. അതായത് ഒന്ന് ജർമ്മനിയിലാണെങ്കിൽ മറ്റൊന്ന് എവിടെയാണ്? അങ്ങ് സിംഗപ്പൂരിലാണ് അവർ അടുത്ത ഒരു സ്ഥലം ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഒരിടത്തേ ഉള്ളായിരുന്നു, ഇപ്പൊ അത് രണ്ടിടത്തേക്ക് മാറി. എന്നാൽ പോലും ദ കമ്പനി ക്യാൻ സ്റ്റിൽ ഫേസ് എ കാറ്റസ്ട്രോഫിക് സിസ്റ്റം ഫെയിലിയർ, ബട്ട് ദ റിസ്ക് വിൽ ബി ഗ്രേറ്റ്ലി റിഡ്യൂസ്ഡ്. The risk that remains after the company sets up the second information technology department in Singapore is best described as Dutch. അതായത് ഇവര് IT ഡിപ്പാർട്ട്മെന്റ് രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും വേണമെങ്കിൽ രണ്ടിടത്തെയും സിസ്റ്റം അടിച്ചു പോവാം. സിസ്റ്റം ഫെയിലിയർ ആവുന്നത് തടയാൻ പൂർണ്ണമായിട്ടും പറ്റത്തില്ല. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ബെറ്റർ ആണ്. കാരണം ഇപ്പൊ ജർമ്മനിയിലെ സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാൽ വി ക്യാൻ റിലൈ ഓൺ സിംഗപ്പൂർ. സിംഗപ്പൂരിലെ സിസ്റ്റത്തിൽ റിലേ ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. സോ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്, ബട്ട് ഫുള്ളി കുറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കുറഞ്ഞിട്ടും ബാക്കിയാകുന്ന റിസ്കിനെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളൊരു പർട്ടിക്കുലർ റിസ്ക് കുറയ്ക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറേയധികം ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം ബാക്കിയാകുന്ന റിസ്കിനെ, അവശേഷിക്കുന്ന റിസ്കിനെ വി കോൾ ഇറ്റ് as റെസിഡ്യുവൽ റിസ്ക്. നമ്മൾ അതിനെ എന്താ വിളിക്കുക? റെസിഡ്യുവൽ റിസ്ക് എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A farmer's cooperative has a large amount of grain that it has gathered from its members and has stored in silos. Prices of grain are high, but none of the cooperative's customers is prepared to purchase any for the next 3 months. In order to hedge against an unfavorable change in grain prices over the next 3 months, the cooperative will employ a financial risk management technique known as TAMASH.
ഇത് ഹെഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഒരു ഫാർമർ ആണ് നിങ്ങൾ, ഒരു കർഷകനാണ് നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രെയിൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഗ്രെയിൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഗ്രെയിൻസിന് നല്ല വിലയുണ്ട്, പ്രൈസ് ഇസ് വെരി ഹൈ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് 3 മാസത്തിന് ശേഷം മാത്രമേ വാങ്ങുകയുള്ളൂ, ഇപ്പൊ വാങ്ങില്ല. ഓക്കെ, ആഫ്റ്റർ 3 months വാങ്ങുള്ളൂ. അപ്പൊ 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള വില 3 മാസം കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. ദ പ്രൈസ് മേ ഡിക്ലൈൻ. ഇപ്പൊ വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 1 കിലോ ഗ്രെയിനിന് 80 രൂപയാണ് എന്ന് വിചാരിക്കുക. പക്ഷെ 3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് 75 70 ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അന്ന് വിൽക്കുകയാണെങ്കിൽ അന്ന് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ലാഭകരമാവണമെന്നില്ല. അപ്പൊ എങ്ങനെ ഈ റിസ്ക് മറികടക്കാം? അപ്പൊ ഇത്തരത്തിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻ റിസ്ക് മറികടക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഹെഡ്ജിങ് യൂസിങ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഡെറിവേറ്റീവ്സിനകത്തുള്ള സാധനങ്ങളാണ് ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്സ്, ഓപ്ഷൻസ്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്. സോ വാട്ട് ഈസ് എ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. We are entering into an agreement based on an underlying asset. So you will have a doubt, what is this underlying asset? എന്താണ് ഈ underlying asset? Underlying asset എന്ന് പറഞ്ഞാൽ it could be നമ്മൾ ഈ പറഞ്ഞ ഗ്രെയിൻ ആവാം, സ്റ്റോക്ക് ആവാം, ഷെയർ ആവാം, സെക്യൂരിറ്റി ആവാം, വേണമെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നത് ബനാന ആണെങ്കിൽ ബനാന ആവാം. Whatever it is, it could be a commodity, it could be a security, it could be a share, it could be a stock. ആ ഒരു പർട്ടിക്കുലർ സാധനത്തെ അടിസ്ഥാനപ്പെടുത്തി യു ആർ എന്ററിങ് ഇൻ ടു എൻ എഗ്രിമെന്റ്. എന്താണ് ഈ എഗ്രിമെന്റ്? ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് യു വിൽ ബൈ ഓർ സെൽ എ പർട്ടിക്കുലർ കമ്മോഡിറ്റി ഓർ എ കറൻസി ഓർ എ സ്റ്റോക്ക് ഓർ എ സെക്യൂരിറ്റി അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ഓൺ എ പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റ്. നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച ഒരു നിശ്ചിത ദിവസം, നിശ്ചിത തുകയിൽ, നിശ്ചിത പ്രൈസിൽ ഒരു സാധനമോ സേവനമോ ഈ പറഞ്ഞ സെക്യൂരിറ്റിയോ വാങ്ങിക്കോളാമെന്നോ വിറ്റോളാമെന്നോ എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഈ പറഞ്ഞ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിൽ നടക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ഹെഡ്ജിങ് എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. ഹെഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഫാർമർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അദ്ദേഹത്തിന് എന്ത് വില കിട്ടുന്നു മാർക്കറ്റിൽ, അതേ വിലയിൽ തന്നെ 3 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് അത് വിൽക്കണം. ഇന്ന് 80 രൂപയാണ് മാർക്കറ്റിൽ 1 കിലോ ഗ്രെയിന്റെ വിലയെങ്കിൽ ആഫ്റ്റർ 3 months ഓൾസോ ഹി വാണ്ട് ടു സെൽ ഇറ്റ് അറ്റ് 80 rupees. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു ഹെഡ്ജിങ് എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. നമ്മൾ അതിനെ ഫ്യൂച്ചേഴ്സ് എന്നോ ഫോർവേഡ്സ് എന്നോ ആണ് നോർമലി പറയാ. ഇത് കൂടാതെ ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം പിന്നീട്. അപ്പൊ ഈ ഹെഡ്ജ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുള്ള ഗുണം എന്ന് വെച്ചാൽ ആഫ്റ്റർ 3 months, സപ്പോസ് ഈ അടുത്ത 3 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 29 ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ മാർച്ച് 29-ന് മാർക്കറ്റിൽ ഈ പറഞ്ഞ ഗ്രെയിന് എത്ര രൂപയാണോ വിലയുള്ളത് അതൊന്നും തന്നെ ഇവിടെ ബാധകമല്ല. മാർക്കറ്റിൽ ചിലപ്പോൾ ഈ 1 കിലോ ഗ്രെയിന് ചിലപ്പോൾ 150 രൂപയായിരിക്കും, ചിലപ്പോൾ 35 രൂപയായിരിക്കും. ഇറ്റ് ഡസന്റ് മാറ്റർ. വാട്ട് മാറ്റർ ഈസ് നമ്മൾ എഗ്രി ചെയ്ത പ്രൈസ് എത്രയാണ്. നമ്മൾ എഗ്രി ചെയ്ത പ്രൈസ് 80 ആയിരുന്നു. സോ നമ്മൾ ആരുമായിട്ടാണോ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് അയാള് നമുക്ക് 80 രൂപയ്ക്ക് ഈ സാധനം സെയിലാക്കി തരണം. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച ഒരു കാര്യം മനസ്സിലാവും. അപ്പൊ എനിക്ക് വില കുറയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. അപ്പൊ എന്തിനായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ ഈ എഗ്രിമെന്റിൽ ചേരണമല്ലോ, ഒരു സെല്ലർ ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഒരു ബയ്യർ ഉണ്ടാവണമല്ലോ. അയാൾ എന്തിനായിരിക്കും ചേരുന്നത്? അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഹി വിൽ ബി എക്സ്പെക്ടിങ് എ ഡിക്ലൈൻ ആണോ? അല്ല, ഹി വിൽ ബി എക്സ്പെക്ടിങ് എ ഹൈക്ക് ഇൻ പ്രൈസ്. അദ്ദേഹം വിചാരിക്കുന്നത് പ്രൈസ് കൂടുമെന്നാണ്. ഇപ്പൊ ഇവിടുത്തെ ഫാർമർ എന്താ വിചാരിച്ചത്? 3 മാസം കഴിയുമ്പോൾ ഇതിന്റെ വില കുറയും എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ ആരുമായിട്ടാണോ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് അവൻ സ്പെക്യുലേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും? വില കൂടും. 80 എന്നുള്ളത് അന്ന് ചിലപ്പോ 85 ആവാം. 85 ആയാൽ എന്താ പ്രശ്നം? അവന് അന്ന് 85 രൂപ മാർക്കറ്റിൽ വിലയുള്ള ഒരു സാധനം ഈ 80 രൂപയ്ക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. അവനെ സംബന്ധിച്ച് 5 രൂപ അന്ന് ലാഭമാണ്. അപ്പൊ ഇത് വില കൂടുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ബട്ട് we are entering into an agreement speculating that the price may fall or go high. അപ്പൊ ഇവിടെ ഇതിനെ ഹെഡ്ജിങ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഹെഡ്ജിങ് ഓഫ് റിസ്ക്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് കുറയ്ക്കാന്നുള്ളതാണ്. അപ്പൊ ഇതില് 2 ടൈപ്പ് ഹെഡ്ജ് ഉണ്ട്.
ഈ രണ്ട് സ്പെക്കുലേഷനെ ബേസ് ചെയ്തിന് രണ്ട് പേര് കൊടുക്കാറുണ്ട്. ഒന്ന് ഷോർട്ട് ഹെഡ്ജ്, ഒന്ന് ലോങ് ഹെഡ്ജ്. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ഉത്തരത്തിൽ എയ്തർ ഇറ്റ് വിൽ ബി ഷോർട്ട് ഹെഡ്ജ് ഓർ ലോങ് ഹെഡ്ജ്. എന്തിനെയാണ് നമ്മൾ ഷോർട്ട് ഹെഡ്ജ് എന്ന് പറയുന്നത്? പ്രൈസ് കുറയുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, പ്രൈസ് കുറയുമെന്നാണ് സ്പെക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഹെഡ്ജിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? ഷോർട്ട് ഹെഡ്ജ് എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ ഒരാളുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെട്ടല്ലോ, ആ ബയ്യർ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അവൻ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് കൂടുമെന്നാണ്. സോ ഇഫ് യു ആർ എക്സ്പെക്ടിങ് ആൻ ഇൻക്രീസ് ഇൻ പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ് ലോങ് ഹെഡ്ജ്. ഡിക്രീസ് ഇൻ പ്രൈസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ഹെഡ്ജ്, ഇൻക്രീസ് ഇൻ പ്രൈസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ലോങ് ഹെഡ്ജ്. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വില കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വി ആർ എൻറ്ററിങ് ഇൻ ടു എ ഷോർട്ട് ഹെഡ്ജ്. വില കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വി ആർ എൻറ്ററിങ് ഇൻ ടു എ ലോങ് ഹെഡ്ജ്. ഓക്കെ. നേക്കഡ് ഓപ്ഷൻ എന്താണെന്ന് അറിയാവോ? നേക്കഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ എഗ്രിമെന്റിൽ ഏർപ്പെടുമല്ലോ. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഈ ഫാർമർ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നുണ്ട്. ഏർപ്പെടുന്ന സമയത്ത് എന്തുണ്ട്? എനിക്ക് ഈ അസറ്റ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഈ ഗ്രെയിൻ എന്റെ കയ്യിലുണ്ട്. സോ 3 മാസം കഴിഞ്ഞിട്ട് പ്രൈസ് എന്തോ ആയിക്കോട്ടെ, അവൻ 80 രൂപ തരുമ്പോൾ കൊടുക്കാൻ സാധനം എന്റെ കയ്യിലുണ്ട്. വി ഹാവ് ദാറ്റ് അണ്ടർലൈങ് അസറ്റ്. നേക്കഡ് ഓപ്ഷനിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ അസറ്റ് ഇല്ലാതെയാണ് വി ആർ എൻറ്ററിങ് ഇൻ ടു എൻ എഗ്രിമെന്റ്. സോ 3 മാസം കഴിഞ്ഞ് ഞാൻ ഗ്രെയിൻ കൊടുക്കാവുന്ന എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. പക്ഷേ ആ ഡേറ്റ് വരെയും എന്റെ കയ്യിൽ ഈ സാധനം കാണില്ല. ഞാൻ എന്തായിരിക്കും വിചാരിക്കുന്നത്? ഈ 3 മാസം കഴിയുമ്പോൾ മാർക്കറ്റിൽ ഇതിന്റെ വില കുറയും. ഫോർ എക്സാമ്പിൾ 80 എന്നുള്ളത് മാർക്കറ്റിൽ അന്ന് 78 ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മറ്റേയാളുടെ കയ്യിൽ നിന്ന് 80 ഇങ്ങോട്ട് കാശ് മേടിച്ചിട്ട് 78 രൂപയ്ക്ക് സാധനം മേടിച്ച് അവന് കൊടുക്കും. അവിടെ എനിക്ക് 2 രൂപ മാത്രമേ നഷ്ടമുള്ളൂ, സോറി ലാഭമുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നടത്തുന്നില്ല. അപ്പൊ കയ്യിലൊന്നുമില്ലാതെ, നേക്കടെന്ന് പറഞ്ഞാൽ അറിയാലോ, നഗ്നമായ എന്നാണ്, വിത്തൗട്ട് എനിത്തിങ്. കയ്യിലൊന്നുമില്ലാതെ വി ആർ എൻറ്ററിങ് ഇൻ ടു ആൻ എഗ്രിമെന്റ്. ഇത് റിസ്ക് ആണ്, ഹൈ റിസ്ക് ആണ്. ഈ റിസ്കിന്റെ എൻഡ് എത്രയാന്ന് ചോദിച്ചാൽ അൺലിമിറ്റഡ് ആണ്. എത്ര കോടി രൂപയുടെ അല്ലെ ലക്ഷക്കണക്കിന് രൂപയുടെ വേണമെങ്കിലും നഷ്ടം ഉണ്ടാവും. കാരണം സപ്പോസ് നമ്മളിന്റെ വില കുറയുമെന്ന് പറഞ്ഞിട്ടാണ് ഈ നേക്കഡ് ഓപ്ഷൻ എടുക്കുന്നത്. ഈ പർട്ടിക്കുലർ ഡേ ആയ സമയത്ത് 80 രൂപയായിരുന്ന സാധനം വല്ല 130 രൂപ ആയെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ. സപ്പോസ് നിങ്ങളൊരു 1000 കിലോ ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. 1000 ഇൻറ്റു ഈ ഡിഫറൻസ് 50 രൂപ, ഒന്ന് അടിച്ചു നോക്കുക. എത്ര രൂപയുടെ നഷ്ടമായിരിക്കും വരുന്നത്? ഹ്യൂജ് ലോസ് ആയിരിക്കും. ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി മേടിക്കണ്ട. സാധനം കയ്യിലില്ല എങ്കിൽ അന്നത്തെ മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങിച്ചിട്ട് വേണം അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ട ആൾക്ക് ഇത് വിൽക്കാൻ. സോ നേക്കഡ് ഓപ്ഷൻ ഈസ് വെരി 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 റിസ്ക്. ഇനി അല്ലാതെ ഓപ്ഷൻസിൽ തന്നെ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. കോൾ ഓപ്ഷൻ മീൻസ് ദ റൈറ്റ് ടു ബൈ, കോൾ ചെയ്യുക, വാങ്ങുക എന്നുള്ളതാണ്. ദ റൈറ്റ്, RIGHT, റൈറ്റ്, അവകാശം, റൈറ്റ് ടു ബൈ. പുട്ട് ഓപ്ഷൻ സ്റ്റാൻഡ്സ് ഫോർ ദ റൈറ്റ് ടു സെൽ, വിൽക്കാനുള്ള അവകാശം. അപ്പൊ ഈ സാധാരണ നമ്മളിപ്പോ ഹെഡ്ജിങ്ങിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ്സ് എന്നാണ് നോർമൽ ഹെഡ്ജിനെ പറയുന്നത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ്സിൽ നിന്ന് ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വ്യത്യസ്തമാകുന്നത്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ്സിലാണെങ്കിൽ വി ഹാവ് ദ റൈറ്റ് പ്ലസ് വി ഹാവ് ദ ഒബ്ലിഗേഷൻ. നിങ്ങൾ ഒരാളുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തേ പറ്റൂ. വിൽക്കാമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റേ പറ്റൂ. വാങ്ങാമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിയേ പറ്റൂ. എന്നാൽ കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാൽ മതി, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. യു ഹാവ് ദ റൈറ്റ്. വാങ്ങാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാം, വിൽക്കാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് വിൽക്കാം. പക്ഷേ ഒബ്ലിഗേഷൻ ഇല്ല. വിൽക്കണ്ട എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ വിചാരിക്കുകയാണ്, ഞാൻ ഒരാളുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെട്ടു, ഈ പ്രൈസിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. നിങ്ങൾ നോക്കിയപ്പോൾ മാർക്കറ്റിൽ ഇതിനേക്കാൾ വിലയുണ്ട്, എന്നാൽ ഞാൻ തരുന്നില്ല എന്ന് പറയാനുള്ള ഒരു അവകാശം ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങിലുണ്ട്. സോ കോൾ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, വാങ്ങാൻ താല്പര്യം ഇല്ലെങ്കിൽ വാങ്ങണ്ട. സോ യു ഹാവ് ദ റൈറ്റ് ബട്ട് യു ഡോണ്ട് ഹാവ് ദ ഒബ്ലിഗേഷൻ. That's it. The company has developed a new technologically advanced paper-thin solar panel for residential use. The company has decided to start selling this solar panel worldwide next month. This is a technologically innovative product. One risk that the company faces to sell the solar panel is possible product failure. What it is? Possible product failure. This risk of product failure is best representative of what type of risk?
നിങ്ങളുടെ കമ്പനി ഈ സോളാർ പാനലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങളുടെ കമ്പനി ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സോളാർ പാനൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദാറ്റ് ഈസ് പേപ്പർ തിൻ, വളരെ കട്ടി കുറഞ്ഞ ഒരു സോളാർ പാനൽ. ഇത് വേറെ ആരും അധികം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഒരു ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഫെയില്യൂർ ആവുകയാണെങ്കിൽ അത് എന്ത് റിസ്ക് കാരണമായിരിക്കും, അല്ലെങ്കിൽ എന്ത് റിസ്ക് കാറ്റഗറിയിലാണ് പെടുത്താൻ പറ്റുക? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് പ്രൊഡക്റ്റ് ഫെയിലിയർ? പ്രൊഡക്റ്റ് ഫെയിലിയറിനെ നമുക്ക് രണ്ട് രീതിയിൽ അർത്ഥം ഫീൽ ചെയ്യും. ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ യു കുഡ് ഫീൽ ഇത് പ്രൊഡക്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ സാധനം കസ്റ്റമേഴ്സിന് അതിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെടാത്തതാണോ, നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം കോമ്പറ്റീറ്ററിന് ഉള്ളത് കൊണ്ട് നമ്മുടെ കച്ചവടം നടക്കാത്തതാണോ? അങ്ങനെയാണെങ്കിൽ അതൊരു സ്ട്രാറ്റജിക്കലി ഉള്ള ഫെയിലിയർ ആണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കച്ചവടം നടന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അതൊരു സ്ട്രാറ്റജിക് എററാണ്. കാരണം അവനേക്കാൾ നല്ല പ്രൊഡക്റ്റ് ഇറക്കണമായിരുന്നു. ഇവിടെ പ്രൊഡക്റ്റ് ഫെയിലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആ പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. അതായത് പേപ്പർ തിൻ സോളാർ പാനൽ കൊണ്ടുവച്ചു, സോളാർ പാനൽ വർക്ക് ആവുന്നില്ല, ഇലക്ട്രിസിറ്റി കിട്ടുന്നില്ല, ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ലൈറ്റ് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ ഉപകരണങ്ങളൊന്നും വർക്ക് ആവുന്നില്ല. ഇതാണ് പ്രൊഡക്റ്റ് ഫെയിലിയർ. ദിസ് ഈസ് ദ പ്രൊഡക്റ്റ് ഫെയിലിയർ. അത് ഉണ്ടാക്കിയതിന്റെ പ്രോബ്ലമാണ്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടാണ് അത് ഫെയിൽ ആയത്. അപ്പൊ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമ്മുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്? ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ, റൈറ്റ്? പേപ്പർ തിൻ സോളാർ പാനൽ ഉണ്ടാക്കണമെങ്കിൽ, നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ അതിന്റെ ഓപ്പറേഷൻസ് നടക്കണം, കറക്റ്റ് റോ മെറ്റീരിയൽ കിട്ടണം, നല്ല എംപ്ലോയീസിനെ കിട്ടണം, നല്ല മെഷീനറി ഉണ്ടാകണം, സമയം കിട്ടണം, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊന്നും കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ് പ്രൊഡക്റ്റ് കൊള്ളാത്തത്. നിങ്ങൾ ഫോൺ വാങ്ങിച്ചു, ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് കോള് പോകുന്നില്ല, പ്രൊഡക്റ്റ് ഫെയിലിയർ ആണ്. എന്തുകൊണ്ടാണ് അത് പ്രൊഡക്റ്റ് ഫെയിലിയർ ആയത്? ആ കോൾ ചെയ്യേണ്ട സാധനങ്ങൾ സോഫ്റ്റ്വെയർ ഒന്നും പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേഷണൽ റിസ്ക്. The best description of scenario analysis as a risk analysis technique is that it is a method that, okay, what is a scenario analysis? What is a scenario analysis? Scenario analysis എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റിസ്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങളെ പറ്റിയും ഇവാലുവേഷൻസ് നടത്തുമ്പോൾ they conduct sensitivity analysis. They conduct what? Sensitivity analysis, which is also called what if analysis. What if analysis. ഇങ്ങനെയായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? ഇപ്പൊ നമ്മൾ സ്വയം പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഇപ്പൊ ഞാനിപ്പോ ഇന്ത്യയിൽ ജനിച്ചു, അല്ലെ കേരളത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ. വാട്ട് ഇഫ് ഞാൻ അംബാനിയുടെ മോനായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ? വാട്ട് ഇഫ് ഞാൻ അമേരിക്കയിലാണ് ജനിച്ചിരുന്നെങ്കിൽ? വാട്ട് ഇഫ് ഞാൻ വലിയ ഒരു കോടീശ്വരന്റെ വീട്ടിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ? അല്ലെങ്കിൽ വാട്ട് ഇഫ് ഞാൻ വേറെ ആളെയാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ? വാട്ട് ഇഫ് ഞാൻ വേറെ ആളെയായിരുന്നു ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ? അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ആ ഇൻപുട്ട് വാല്യൂ മാറ്റി നോക്കുകയാണ്. ഇൻപുട്ട് വാല്യൂ മാറ്റി നോക്കുകയാണ്. ഇൻപുട്ട് വാല്യൂ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഔട്ട്കം, അല്ലേ? നിങ്ങൾ അംബാനിയുടെ വീട്ടിലാണ് ജനിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറിയത്, നിങ്ങൾ വേറെ രീതിയിലായിരിക്കും പോകുന്നത്, നിങ്ങൾ വേറെ ജീവിതമായിരിക്കും നയിക്കുന്നത്. നിങ്ങൾ അമേരിക്കയിലാണ് ജനിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മോറൽ വാല്യൂസിൽ വ്യത്യാസം ഉണ്ടായേനെ, നിങ്ങളുടെ കൾച്ചറിൽ വ്യത്യാസം ഉണ്ടായേനെ, നിങ്ങളുടെ സംസാര ശൈലിയിലും നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനകത്തൊക്കെ വ്യത്യാസം ഉണ്ടായേനെ. സോ വെൻ യു ചേഞ്ച് ദ ഇൻപുട്ട് വാല്യൂ, ഇറ്റ് കോസസ് ദ ഔട്ട്പുട്ട് വാല്യൂ ടു ചേഞ്ച്. ഔട്ട്പുട്ട് വാല്യൂ എന്ത് ചെയ്യും? മാറും. അപ്പൊ കമ്പനീസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കണ്ടക്ട് ദീസ് കൈൻഡ് ഓഫ് വാട്ട് ഇഫ് അനാലിസിസ്. ഇപ്പോ ഞാൻ 10,000 പ്രൊഡക്റ്റ് ആണ് വിറ്റതെങ്കിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടി. വാട്ട് ഇഫ് ഐ ഹാഡ് സോൾഡ് 25,000 പ്രൊഡക്ട്സ്? ഞാൻ 25,000 വിറ്റിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? എന്റെ കോസ്റ്റ് ഞാൻ 20,000 ആയി, ഞാൻ അതൊരു 15,000 ആയിട്ട് കുറച്ചിരുന്നെങ്കിൽ എത്ര റവന്യൂ എക്സ്ട്രാ ജനറേറ്റ് ആയനെ? ഇങ്ങനെ ഇൻപുട്ട് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നു. സോ ദേ ഗെറ്റ് എ ഐഡിയ അബൌട്ട് വാട്ട് ദ ഔട്ട്പുട്ട് ഈസ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. അപ്പൊ ഓരോ വ്യത്യസ്ത സാഹചര്യത്തിലും ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ അവർക്ക് കിട്ടും. ഈ ഐഡിയ കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ റിയാലിറ്റി ഇപ്പൊ നമ്മൾ കണ്ട ഇപ്പൊ അംബാനിയുടെ വീട്ടിൽ ജനിക്കുന്നതും അമേരിക്കയിൽ പോകുന്നതൊന്നും വിർച്വലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതിന് സംഭവിക്കില്ലല്ലോ, കാരണം ഓൾറെഡി നമ്മൾ ജനിച്ചു കഴിഞ്ഞു. ബട്ട് ബിസിനസിനെ സംബന്ധിച്ച് അവരുടെ സെയിൽസ്, കോസ്റ്റ്, പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് എന്നൊക്കെ പറയുന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ, ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവർക്ക് എങ്ങനെ പെരുമാറണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു നല്ല ഐഡിയ. അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? സെൻസിറ്റിവിറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യും. ഈ സെൻസിറ്റിവിറ്റി അനാലിസിസിനെയാണ് വാട്ട് ഇഫ് അനാലിസിസ് എന്നും പറയുന്നത്. സോ നമ്മുടെ ചോദ്യത്തിലുള്ളത് സെനാരിയോ അനാലിസിസ്. സോ വാട്ട് ഈസ് സെനാരിയോ അനാലിസിസ്? വെൻ യു കണ്ടക്ട്
മൾട്ടിപ്പിൾ സെൻസിറ്റിവിറ്റി അനാലിസിസ്. നിങ്ങൾ ഒന്നിലധികം വ്യത്യസ്തമായ സെൻസിറ്റിവിറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് സെനാരിയോ അനാലിസിസ് എന്ന് പറയും. അപ്പോൾ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് അല്ല, 2, 3, 4, 5 സെൻസിറ്റിവിറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യും. സിംപ്ലി പറയുകയാണെങ്കിൽ യു ക്രിയേറ്റ് എ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, പ്ലാൻ ഇ, പ്ലാൻ എഫ്, പ്ലാൻ സെറ്റ്. So what is the advantage of that? When certain situations comes, you can easily shift from plan A to plan D, plan D to plan S to plan P. അത് വളരെ ഈസി ആയിട്ട് സംഭവിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വായും പൊളിച്ചിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അന്നേരം കിടന്ന് തപ്പും. നമ്മളൊക്കെ ലൈഫിൽ അങ്ങനെയല്ലേ, നമുക്ക് പലപ്പോഴും പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളെ ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊന്നും ചിന്തിക്കാറില്ല. നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പോകും. പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ കിടന്ന് പേടിക്കും. That's what we do. But the company cannot do that. Because കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അതിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടാവും, കമ്പനി പൂട്ടിപ്പോണ്ടി വരും. So they conduct multiple sensitivity analysis, that is called scenario analysis. So ഈ scenario analysis നെ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഇത്രയും പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഓപ്ഷൻസ്. ഒന്ന് വായിച്ചു നോക്കുക. ഇതിലെ ബിയും സിയും ഒരു രീതിയിലും ഇതുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഓപ്ഷൻസ് അല്ല. ബിയും സിയും ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ എ ആൻഡ് സി. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് മാറ്റുമ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാവും, എന്ത് ചേഞ്ച് ഉണ്ടാവും, എന്ത് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. അപ്പൊ എയും സിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നതാണ് ആക്ച്വലി സെനാരിയോ അനാലിസിസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. എയിൽ പറയുന്നത് എന്താണ്? ചേഞ്ചസ് എ കീ വേരിയബിൾ ടു ആസസ് ദ ഇമ്പാക്ട്. നമ്മൾ ഒരു കീ വേരിയബിളിനെ അങ്ങോട്ട് മാറ്റി നോക്കുന്നു, അപ്പൊ അതിന്റെ ഇമ്പാക്ട് എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. വിച്ച് ഈസ് വാട്ട് ഐ സെഡ് അബൌട്ട് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഒരു വേരിയബിൾ മാത്രം മാറ്റി നോക്കിയാൽ അത് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. ഒന്നിലധികം വേരിയബിൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഒന്നിലധികം സെൻസിറ്റിവിറ്റി അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് സെനാരിയോ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇവാലുവേറ്റ്സ് ദ ഇമ്പാക്ട് ഓഫ് ചേഞ്ചിങ് എ ഗ്രൂപ്പ് ഓഫ് അസംഷൻ. മൾട്ടിപ്പിൾ ഗ്രൂപ്പായിട്ടുള്ള ഒന്നിലധികം 2 or 3 or 4 or 5 or അത്രയും അധികം കാര്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ദ ബെറ്റർ ഡെഫിനിഷൻ ഓഫ് സെനാരിയോ അനാലിസിസ്. ഓപ്ഷൻ എ എന്താണെന്ന് പറയാം? സെൻസിറ്റിവിറ്റി അനാലിസിസ് എക്സാമ്പിൾ ആണ്. ചേഞ്ചസ് എ കീ വേരിയബിൾ ടു അസസ് ദ ഇമ്പാക്ട്. ദാറ്റ് ഈസ് an example for sensitivity analysis. We can go to the next question. A company identifies supply chain risk as part of its enterprise risk management process. After the identification of this risk, the company wants to determine how much of an impact this risk could have on its objectives. Its risk assessment should focus on dash. ഒരു കമ്പനി അവരുടെ സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്കുകളെല്ലാം ഇവാലുവേറ്റ് ചെയ്തു. ആ റിസ്ക് എല്ലാം ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അവര് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ടത് എന്തിലേക്കാണ്? ഇൻഹറന്റ് റിസ്കിനെയും റെസിഡ്യൂവൽ റിസ്കിനെയും ഫോക്കസ് ചെയ്യണമെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഇൻഹറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് ഓപ്ഷൻ ബി പറയുന്നു. എക്സ്പെക്ടഡ് ഇവന്റ് മാത്രം നോക്കിയാൽ മതി എന്ന് സി പറയുന്നു. റെസിഡ്യൂവൽ നോക്കിയാൽ മതി, ഇൻഹറന്റ് നോക്കണ്ടെന്ന് ഡി പറയുന്നു. ബട്ട് ടു ബി ഫെയർ, എന്ത് ചെയ്യണം? നമ്മളൊരു റിസ്ക് അസസ്മെന്റ് നടത്തുമ്പോൾ വി ഷുഡ് ഓൾവേസ് കൺസിഡർ ബോത്ത് ഇൻഹറന്റ് ആൻഡ് റെസിഡ്യൂവൽ റിസ്ക്. ഇൻഹറന്റ് റിസ്കിനെയും കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ റെസിഡ്യൂവൽ റിസ്കിനെയും കൺസിഡർ ചെയ്യാം. സോ വി ഷുഡ് കൺസിഡർ ബോത്ത് ഇൻഹറന്റ് ആൻഡ് റെസിഡ്യൂവൽ റിസ്ക്. Which one of the following is considered a qualitative risk assessment technique? Qualitative, not sorry, qualitative അല്ല ചോദിച്ചിരിക്കുന്നത്, quantitative. Which one of the following is considered a quantitative? So what is quantitative and qualitative? Quantitative എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ന്യൂമറിക്കൽ മെഷർമെന്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അല്ല. ഇപ്പൊ നിങ്ങളുടെ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 60 കിലോ അല്ലെ 50 കിലോ, ഹൈറ്റ് 6 അടി 7 ഇഞ്ച് പൊക്കം, അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ ഉയരം. അതിനൊരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ആണ്. സോ ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ബട്ട് നിങ്ങൾ നല്ലൊരാളാണ്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി പറയാൻ പറ്റൂ? ഇല്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ടേ പറയാൻ പറ്റൂ. നിങ്ങൾ നല്ലൊരാളാണ് അല്ലെങ്കിൽ മോശമാണ്, തരക്കേടില്ലാത്ത ഒരാളാണ്. അല്ലാതെ നിങ്ങൾ 500 രൂപയ്ക്ക് കൊള്ളാം, അല്ലെങ്കിൽ 500 കിലോയ്ക്ക് കൊള്ളാം, 500 പൗണ്ടിന് കൊള്ളാം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇത്ര റുപ്പീസിന്റെ വാല്യൂ ആണ് നിങ്ങൾക്കുള്ളത്. നമ്മൾ കളിയാക്കി പറയുന്നതിന് 10 പൈസയ്ക്ക് കൊള്ളില്ല എന്ന്.
ബട്ട് മനുഷ്യരെ നമുക്ക് അങ്ങനെ ന്യൂമറിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വഭാവം, ഞാൻ പറയുന്നത് സ്വഭാവത്തെ നമുക്ക് ന്യൂമറിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ബുദ്ധിനെ വേണമെങ്കിൽ ന്യൂമറിക്കലി ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങളുടെ IQ എത്രയാണെന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. സോ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ള 3 എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്. 1 മാത്രം ക്വാണ്ടിറ്റേറ്റീവ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ബെഞ്ച് മാർക്കിംഗ് ഇസ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ സെറ്റിംഗ് എ സ്റ്റാൻഡേർഡ്. ഇപ്പൊ നമുക്ക് എത്ര പ്രോഫിറ്റ് വേണം, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാണ്. എത്ര മാക്സിമം എക്സ്പെൻസ് നമ്മൾ എത്രയാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു സ്റ്റാൻഡേർഡ് വെക്കുകയാണ്. എത്ര സമയത്തിനുള്ളിൽ ജോലി കംപ്ലീറ്റ് ചെയ്യണം. ഇതൊക്കെ എന്താണ്? ബെഞ്ച് മാർക്കിംഗ് ആണ്. അത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലിയേ പറയാൻ സാധിക്കൂ. അല്ലാതെ ക്വാളിറ്റേറ്റീവ് പറയണം നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇങ്ങനെയല്ലല്ലോ പറയുന്നത്. വി സെറ്റ് എ മാർജിൻ, 2 lakh പ്രോഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ 20% പ്രോഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ സാധനം വിൽക്കണം. വി ആർ സെറ്റിംഗ് എ ഡെഡ് ലൈൻ ന്യൂമറിക്കലി. വി ആർ സെറ്റിംഗ് എ സ്റ്റാൻഡേർഡ് ന്യൂമറിക്കലി. സോ ബെഞ്ച് മാർക്കിംഗ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ. ബാക്കി 3 എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, just wait. Next question. Communicating information related to risk is very important in ER. റിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു റിസ്ക് മാനേജ്മെന്റ് പരിപാടിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Which individual is most likely in the best position to recognize problems as they arise related to customer product design needs? കസ്റ്റമറിന്റെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻ ആവശ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും സാധിക്കുന്ന വ്യക്തി ആരാണെന്ന്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മൊബൈൽ വാങ്ങുന്ന കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. ആ മൊബൈല് ഏത് ഡിസൈൻ ആയിരിക്കും? നിങ്ങൾ ആ ഡിസൈനിൽ സാറ്റിസ്ഫൈഡ് ആണോ, അതോ എന്തെങ്കിലും ചേഞ്ചസ് അതിൽ ആവശ്യമാണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം. റിസ്ക് മാനേജർക്കാണോ, സെയിൽസ് റെപ്രസെന്റേറ്റീവിനാണോ, ഓഡിറ്റർക്കാണോ, പ്രൊഡക്ഷൻ മാനേജർക്കാണോ? സിമ്പിൾ ആയിട്ട് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. ഹൂ വിൽ ബി ദാറ്റ് പേഴ്സൺ ഹു ഇസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദ കസ്റ്റമർ? കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. അല്ലാതെ എവിടെയോ ഓഫീസിൽ ഇരിക്കുന്ന ഒരു മാനേജർക്ക് മനസ്സിലാവുമോ? കമ്പനിയുടെ അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്ന ഇന്റേണൽ ഓഡിറ്റർക്ക് മനസ്സിലാവുമോ? മറ്റുള്ളവർ കൊടുക്കുന്ന ഇൻപുട്ട് മാത്രം വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മാനേജർക്ക് മനസ്സിലാവും? ഇല്ല. സോ ദ പേഴ്സൺ ഹു നോസ് അബൌട്ട് ദ കസ്റ്റമർ നീഡ്സ്, ദ കസ്റ്റമർ ഫീഡ്ബാക്ക് ഈസ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. അദ്ദേഹത്തിനായിരിക്കും കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കുക, അറിവുണ്ടായിരിക്കുക. ഓക്കെ, അതൊരു ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. A manufacturing firm identified that it would have difficulty sourcing raw materials locally, so it decided to relocate its production facilities. According to Koso, the decision represent which of the following response to the risk? ഒരു മാനുഫാക്ചറിങ് ഫേമിനെ സംബന്ധിച്ച് അവർക്ക് നിലവിൽ അവര് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് റോ മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുക. നമ്മൾ പെപ്സി കമ്പനി എടുക്കാം. പെപ്സി കമ്പനിയുടെ റോ മെറ്റീരിയൽ എന്താണ്? വെള്ളമാണ്, അല്ലേ? അപ്പൊ അവര് പ്ലാന്റ് വെച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അവർക്ക് വെള്ളം എടുക്കാനുള്ള സംവിധാനമില്ല, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവാണ്. സോ ദേ ഡിസൈഡഡ് ടു റീലൊക്കേറ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ടു എ പ്ലേസ് വെയർ ദേ ഗെറ്റ് ഇനഫ് വാട്ടർ. നല്ല രീതിയിൽ വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഇതിന്റെ പ്ലാന്റ് മാറ്റാൻ തീരുമാനിച്ചു. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? റിസ്ക് റിഡക്ഷൻ ആണോ, റിസ്ക് ഷെയറിംഗ് ആണോ, റിസ്ക് അക്സെപ്റ്റൻസ് ആണോ, ആൻഡ് കൂട്ടത്തിൽ ചേരാത്ത ഒരു സാധനമാണ് പ്രോസ്പെക്ട് തിയറി. ഇതിലേതാണ്? വിച്ച് വൺ? ഏതാണ്? ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഒരിടത്ത് പഴയ സ്ഥലത്ത് തന്നെയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും. എന്നാൽ റിസ്ക് കുറഞ്ഞ ഒരിടത്തേക്കാണ് നിങ്ങൾ എന്ത് ചെയ്തേക്കുന്നത്? പ്രൊഡക്ഷൻ ഫെസിലിറ്റി മാറ്റിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റിസ്ക് റിഡക്ഷൻ. നേരത്തെ പ്ലാന്റ് നിന്നിരുന്ന സ്ഥലത്ത് വെള്ളം കിട്ടില്ലായിരുന്നു, അപ്പൊ അത് റിസ്ക് ആണ്. അപ്പൊ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറുന്നതിലൂടെ ആ റിസ്കിനെ റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ റിസ്ക് റിഡക്ഷൻ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.
A CFO at a manufacturer of computer equipment learned last week that the accounting department has not completed any bank reconciliations for the last 6 months Sadhya, that is the point, due to the implementation of new accounting software package. What type of risk has been identified? CFO മനസ്സിലാക്കിയാണ് കഴിഞ്ഞ 6 മാസമായിട്ട് അവിടുത്തെ ബാങ്ക് റീകൺസിലേഷൻ ഒന്നും തന്നെ കൃത്യമായിട്ട് നടന്നിട്ടില്ല. അപ്പൊ ഞാൻ അഗെയിൻ പറയുന്നു, ബാങ്ക് റീകൺസിലേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ബാങ്ക്, ഫൈനാൻഷ്യൽ റിസ്ക് ആണോ എന്ന് ചിന്തിക്കരുത്. എന്തുകൊണ്ടാണ് ആ റീകൺസിലേഷൻ നടക്കാത്തത് എന്നുള്ളതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് നടക്കാനത്? ഒരു പുതിയൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തു, പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയില്ല അതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. അപ്പൊ അവിടെ ഓപ്പറേഷൻസിനാണ് ഹാം സംഭവിച്ചിരിക്കുന്നത്. ആ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ടോ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടോ ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് ആൻ ഓപ്പറേഷണൽ റിസ്ക്. സോ യു ഷുഡ് ഓൾവേസ് ചെക്ക് ഫോർ ദ റീസൺ ഫോർ ദ റിസ്ക്. എന്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ റിസ്ക് ഉണ്ടായെന്നാണ് ചിന്തിക്കുന്നത്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേഷണൽ റിസ്ക്. This question asks for basically the best order for risk process. റിസ്ക് പ്രോസസ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ, അതായത് ആദ്യം ഏത്, രണ്ടാമത് ഏത്, മൂന്നാമത് ഏത്, നാലാമത് ഏത്, ഏതാണ് കറക്റ്റ് ഓർഡർ? ജസ്റ്റ് നിങ്ങൾ സ്വയം ഒന്ന് നോക്കുക, ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് ഏതാണെന്നുള്ളത് ഒന്ന് മനസ്സിൽ വിചാരിച്ച് which one is the right one. ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആണോ ആദ്യം വരുന്നത്, ഇവന്റ് ഐഡന്റിഫിക്കേഷൻ ആണോ, റിസ്ക് അസസ്മെന്റ് ആണോ? ഇതിൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് വളരെ വേഗത്തിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ബിക്കോസ് റിസ്ക് അസസ്മെന്റ് ആദ്യമേ വരാൻ ഒരു സാധ്യതയുമില്ല, അല്ലെ? റിസ്ക് അസസ്മെന്റ് തുടക്കത്തിലെ വരത്തില്ല. അതുപോലെ തന്നെ ഇവന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തുടക്കത്തിൽ എപ്പോഴെങ്കിലും വരേണ്ട സാധനമാണ്, ഒരിക്കലും അവസാനം വരേണ്ട സാധനമില്ല. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. സോ ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ഓപ്ഷൻ എ ഓർ ബി. So what is the first thing we have to do? We have to set the objective. Objective setting is the first thing we have to do. എന്താണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് കമ്പനിയുടെ ലക്ഷ്യങ്ങൾ, എന്താണ് കമ്പനിയുടെ സ്ട്രാറ്റജിക് പ്ലാൻസ്, എന്താണ് കമ്പനിയുടെ റിസ്ക് ആപ്പറ്റൈറ്റ്. വി ഹാവ് ടു സെറ്റ് എവറിത്തിങ് ഫസ്റ്റ്. അത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് വി ഹാവ് ടു ഐഡന്റിഫൈ ദ റിസ്ക്. റിസ്കിനെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. കമ്പനി നേരിടുന്ന റിസ്കുകൾ ഐഡന്റിഫൈ ചെയ്യണം, റിസ്കിനെ അസസ് ചെയ്യണം. ആ റിസ്കുകൾക്കെതിരെ അസസ് ചെയ്ത് കണ്ടുപിടിച്ച റിസ്കിന് വേണമെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചേർക്കാം, പ്രയോറിറ്റൈസ് ചെയ്യണം. ദെൻ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദ റിസ്ക് റെസ്പോൺസ് സ്ട്രാറ്റജീസ്. റിസ്കിനെ തടയാനുള്ള, മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരികയും വേണം. സോ ഓപ്ഷൻ എ, ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, ഇവന്റ് ഐഡന്റിഫിക്കേഷൻ, റിസ്ക് അസസ്മെന്റ് ആൻഡ് റിസ്ക് റെസ്പോൺസ് ഇസ് ദ കറക്റ്റ് ഓർഡർ. Next question. A new apartment building was almost complete. There were a few inspections left to pass and they did not have a certificate of occupancy. However, the owner felt that they were close enough that he allowed new tenants to begin moving in. The risk that the owner has created in this situation is best described as dash. ഒരു കോൺട്രാക്ടർ ആണ്, നിങ്ങളൊരു പുതിയ അപ്പാർട്ട്മെന്റ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പണിഞ്ഞ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. എന്നാൽ നമുക്കറിയാം, നമ്മളൊരു രാജ്യത്താണെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലും ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ അങ്ങനെ കുറെ അംഗീകാരങ്ങള്, ലൈസൻസ്, പേപ്പേഴ്സ് എല്ലാം കിട്ടിയാലേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇൻസ്പെക്ഷൻസ് ബാക്കിയുണ്ട്. അതായത് ആ ബിൽഡിംഗ് സേഫ് ആണോ, അതിനകത്ത് രക്ഷപ്പെടാനുള്ള എമർജൻസി എക്സിസ്റ്റ് ഉണ്ടോ, ഫയർ ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ടോ, അതിന് ബിൽഡിങ്ങിന് മൊത്തത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ഓഫ് ഒക്യുപ്പൻസി കൊടുക്കുള്ളൂ, ആളുകൾക്ക് താമസിക്കാം എന്നുള്ള ആ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയുള്ളൂ. പക്ഷെ ഇവിടെ ഓണർ എന്താ ചെയ്തത്? ആ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ആളുകളെ അവിടെ കയറ്റി താമസിപ്പിക്കാൻ തുടങ്ങി. അയാൾ അതിന് പറഞ്ഞ റീസൺ എന്താ? ഇനി 1-2 ഇൻസ്പെക്ഷൻ എല്ലാം ഉള്ളൂ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ, അതുകൊണ്ട് കയറ്റിയതാണെന്നാണ് പുള്ളിയുടെ വാദം. പക്ഷെ ഇയാൾ ഈ ചെയ്ത പ്രവൃത്തിയിലൂടെ എന്ത് റിസ്ക് ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഒറ്റ കാര്യം ആലോചിക്കുക, ഇങ്ങനെ ചെയ്യുന്നത് നിയമപരമായിട്ട് എന്താണ്? തെറ്റാണ്, അല്ലെ? ഒരു ലൈസൻസ് കിട്ടാതെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല.
നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലോ കട നടത്തണമെങ്കിലോ ഈവൻ വീട് പണിയണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് പേപ്പർ കിട്ടണം. പഞ്ചായത്തിൽ നിന്ന് വന്ന് വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റൂ. അപ്പൊ അതില്ലാതെ വീട് പണിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലി പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ലോ വയലേഷൻ ആണെന്നുള്ളൊരു സംശയമില്ല. ബട്ട് ദ പ്രോബ്ലം ഈസ് ഹിയർ, നമുക്ക് ആ ലീഗൽ റിസ്ക് എന്നുള്ള സാധനം അല്ലെങ്കിൽ കംപ്ലൈൻസ് റിസ്ക് എന്നുള്ള ഒരു സാധനം ഇവിടെ തന്നിട്ടില്ല ഓപ്ഷനിൽ. പക്ഷെ അത് മെൻഷൻ ചെയ്ത രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എയും ബിയും. നിങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ലീഗൽ റിസ്ക് ആണെങ്കിലും നമ്മൾ ടൈപ്സ് ഓഫ് റിസ്ക് പഠിച്ചിരുന്നു. ലീഗൽ റിസ്ക് ആണെങ്കിലും കംപ്ലൈൻസ് റിസ്ക് ആണെങ്കിലും ഇറ്റ് കംസ് അണ്ടർ ഓപ്പറേഷണൽ റിസ്ക്. ഏത് റിസ്കിന്റെ അണ്ടറിലാണ് വരുന്നത്? ഓപ്പറേഷണൽ റിസ്കിന്റെ അണ്ടറിലാണ് ലീഗൽ റിസ്കും കംപ്ലൈൻസ് റിസ്കും വരുന്നത്. സോ therefore our option is operational risk because the owner was not in compliance with the laws and regulations. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇവിടെ ലീഗൽ റിസ്ക് ആണ് ഉണ്ടായിരിക്കുന്നത് സംശയമില്ല. നിയമപരമായിട്ട് ഈ ഓണർ ചെയ്തത് തെറ്റാണ്. അപ്പൊ അവിടെ ലീഗൽ റിസ്ക് എന്നൊരു ഓപ്ഷൻ തരാത്തത് കൊണ്ട് the next best option we have is it's an operational risk because he was not in compliance with the laws and regulation. Next question. A company's accounting manager estimated a 5% probability of significant financial loss due to failures in company's system and procedures. System and procedures. സിസ്റ്റം ആൻഡ് പ്രൊസീജിയറിലെ ഫെയിലിയർ കാരണം കമ്പനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അതിന് 5% സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ അഗെയിൻ നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ ഫൈനാൻഷ്യൽ ലോസ് എന്ന് പറയുന്നുണ്ട്. ഫൈനാൻഷ്യൽ ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനാൻഷ്യൽ റിസ്ക് ആവില്ല. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഫെയിലിയർ ഇൻ കമ്പനി സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ്. കമ്പനിയുടെ സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് ഫെയിൽ ആയതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേഷണൽ റിസ്ക്. Next question. A company sells medical devices used in cardiac surgery. All its products after packaging are sent out for gamma radiation for sterilization. While conducting an enterprise risk management evaluation, the company's CFO determined that the company faced an operational risk. Okay, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഇറ്റ്സ് എ ലോങ് ക്വസ്റ്റ്യൻ, സോ ഐ എം നോട്ട് റീഡിംഗ് ഇറ്റ്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കോളൂ. then I will explain what it is. ക്വസ്റ്റ്യൻ വലുതാണെങ്കിൽ ഉത്തരം വളരെ സിമ്പിൾ ആണ്. എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി അവർ ഈ മെഡിക്കൽ ഡിവൈസ് ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ചും കാർഡിയാക് സർജറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മെഡിക്കൽ ഡിവൈസുകൾ വിൽക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ ഇവരുടെ ഈ പ്രൊഡക്റ്റ് ഇവര് റേഡിയേഷന്റെ പ്രക്രിയയ്ക്ക് ആയിട്ട് അയക്കാറുണ്ട്. അതായത് ഇറാഡിയേഷൻ നടത്താൻ വേണ്ടി, റേഡിയേഷൻസ് ഒഴിവാക്കാനുള്ള ഒരു പ്രോസസ്സിന് വേണ്ടി അയക്കാറുണ്ട്. അപ്പൊ ഈ CFO നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹം ഒരു ഇവാലുവേഷൻ നടത്തിയപ്പോൾ മനസ്സിലായി, നമ്മൾ ഈ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്നത് ആളുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കില്ലേ. കാരണം ഇറാഡിയേഷൻ ചെയ്യുന്നത്, കാരണം റേഡിയേഷൻ ഒക്കെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ റേഡിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആളുകൾക്ക് ഒരു വിമുഖത ഉണ്ടാവില്ലേ എന്നുള്ളത് പുള്ളി കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ പുള്ളി മറ്റൊരു റിസ്ക് കണ്ടെത്തിയത്, അവരുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് സപ്ലയർ, റോ മെറ്റീരിയൽ ഇടുന്ന സപ്ലയർ ഒരാളെ ഉള്ളൂ. they are relying heavily on one supplier. ഒരൊറ്റ സപ്ലയറിന്റെ കയ്യിൽ നിന്നാണ് കൂടുതലും പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽ എടുക്കുന്നത്. അപ്പൊ അവിടെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ പണി മുടക്കി കഴിഞ്ഞാലോ അയാൾ പ്രൈസ് കൂട്ടി കഴിഞ്ഞാലോ നമ്മുടെ കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. അപ്പൊ ഒരു റിസ്ക് എന്ന് പറയുന്നത് സപ്ലയറിന്റെ എണ്ണം കുറവാണ്, ഒരാളെ ഉള്ളൂ. രണ്ടാമത്തെ റിസ്ക്, ഇറാഡിയേഷൻ പ്രോസസ്സിന് അയക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിനെ പറ്റി ആളുകൾക്ക് ഒരു നെഗറ്റീവ് ഗുഡ് വിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വെണ്ടറിന്റെ പ്രശ്നം, അതായത് സപ്ലയറിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വേറെ കുറെ സപ്ലയേഴ്സിനെ കൂടെ നമ്മുടെ സപ്ലൈ ചെയിനിലേക്ക് കയറ്റി. ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആ ഒരു റിസ്ക് കുറയ്ക്കാനായിട്ട് വേറെ സപ്ലയേഴ്സിനെ കണ്ടെത്തി. പക്ഷെ രണ്ടാമത്തെ റിസ്ക് ഇപ്പോഴും അവിടെ ഉണ്ടല്ലേ, ഈ ആളുകളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ്. അപ്പൊ ഇവിടെ ആദ്യത്തെ റിസ്ക് കുറച്ചു, മിനിമൈസ് ചെയ്തു, സപ്ലയർ എന്ന് പറയുന്ന റിസ്കിനെ കുറച്ചു, മറ്റൊരു റിസ്ക് ബാക്കിയുണ്ട്. അപ്പൊ ഈ ബാക്കിയാകുന്ന റിസ്കിനെ എന്ത് പേര് വിളിക്കും എന്നാണ് ചോദ്യം. ഇത്രയും വലിയ കഥയൊക്കെ പറഞ്ഞത് റിമൈനിങ് റിസ്കിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻസർ. റിമൈനിങ് റിസ്ക് ഈസ് കോൾഡ് റെസിഡ്യൂവൽ റിസ്ക്. സോ ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വലിയ ചോദ്യമാണെങ്കിൽ പോലും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. So next question.
A company that prides itself on its innovation revised an existing popular brand without conducting sufficient market research. By taking this action, the company exposed itself to what type of risk? എന്ത് കൈൻഡ് ഓഫ് റിസ്കിലേക്കാണ് കമ്പനി ഇപ്പോൾ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്? അതായത് നല്ല രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന, അതിന്റെ പേരിൽ തന്നെ പേര് കേട്ടൊരു ബ്രാൻഡ്, നല്ലൊരു ബ്രാൻഡ്, അതിൽ അവരുടെ പോപ്പുലർ ആയിരുന്ന ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, പോപ്പുലർ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്താതെ, കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് നോക്കാതെ, ഒന്നും നോക്കാതെ അവരതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവന്നു. ഇന്നോവേഷൻ എന്ന പേരിൽ ഒരു അനാവശ്യ ചേഞ്ച് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നതിലൂടെ എന്ത് റിസ്ക് ആണ് അവരുടെ മുന്നിൽ വരുന്നത്? അതായത് നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, ഒരു കാര്യമില്ലാതെ കസ്റ്റമറിന്റെ അഭിപ്രായം പോലും ചോദിക്കാതെ അതിനകത്ത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് മാറ്റം കൊണ്ടുവന്നു, റിവൈസ് ചെയ്തു. വൈ? ബട്ട് വൈ? അപ്പൊ അത് റിസ്ക് അല്ലേ? കസ്റ്റമർ ഒട്ടും ആഗ്രഹിക്കാത്തൊരു മാറ്റവും. അത് എന്ത് കൈൻഡ് റിസ്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്ത് കൈൻഡ് റിസ്ക് ആയിരിക്കും? സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ആ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ നെഗറ്റീവ് വരും. അവർ വേറെ പ്രൊഡക്റ്റ് നോക്കി പോകും. കാരണം അവർക്ക് ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് ഇഷ്ടമായിരുന്നു. വൈ ഷുഡ് യു ചേഞ്ച് ദാറ്റ് വിത്തൗട്ട് കണ്ടക്ടിങ് എ സഫിഷ്യന്റ് മാർക്കറ്റ് സ്റ്റഡി? സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ട്രാറ്റജിക് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്. ഓപ്പറേഷൻസിനെ എങ്ങനെ ബാധിക്കുന്നത്? ഒരു പ്രൊഡക്റ്റ് ചേഞ്ച് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഓപ്പറേഷൻസ് എന്ത് ചെയ്യും? മാറും. കസ്റ്റമറിന് സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് താല്പര്യമില്ല. കസ്റ്റമറിന് ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് കണ്ടക്ട് എ കസ്റ്റമർ സ്റ്റഡി. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുത്ത്, റെസ്പോൺസ് എടുത്ത്, അവരുടെ ആവശ്യപ്രകാരം ഡിസൈൻ മാറ്റാം. അല്ലാതെ ചുമ്മാ നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഡിസൈൻ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും. നിങ്ങൾ ആലോചിച്ചാൽ ഇപ്പൊ ആപ്പിൾ ഫോൺ അറിയാം, എല്ലാ വർഷവും ഫോൺ ഒരേപോലെ ഇരിക്കുന്നത് അല്ലെ? ആൾക്കാർ കളിയാക്കി പറയും അവരുടെ ഡിസൈൻ സെയിം ആണ്, 13 ഏതാ, 14 ഏതാ, 15 ഏതാന്ന് മനസ്സിലാവില്ല എന്ന് പറയും. പക്ഷെ അവർ ആ ഡിസൈൻ മാറ്റിയാൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. പെട്ടെന്ന് ഒരു ദിവസം ഒരു പുതിയ ലുക്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ആപ്പിൾ ഫോണിനുള്ള താല്പര്യം കുറയാം. ആ ഭയം കൊണ്ടാണ് അവർ ചേഞ്ച് ചെയ്യാത്തത്. പ്ലസ് ആ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ. അപ്പം പ്രോപ്പർ ആയിട്ട് കസ്റ്റമർ സ്റ്റഡി നടത്താതെ ഇങ്ങനെയുള്ള ചേഞ്ച് കൊണ്ടുവരുന്നത് ഇസ് പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് റിസ്ക്, അല്ലെങ്കിൽ അതിന് കാരണമാകും. A German clothing retailer sells its products mainly online to customers worldwide. The company management believes that its primary risk relates to problems with online website. A secondary risk is the exchange rate volatility. Which one of the following best categorizes the company's primary risk and secondary risk? ഒരു ജർമ്മൻ തുണി കമ്പനിയാണ്. അവരവരുടെ പ്രൊഡക്റ്റ് ലോകം മുഴുവൻ വിൽക്കുന്നുണ്ട് ഓൺലൈനിലൂടെ. എങ്ങനെയാണ് വിൽക്കുന്നത്? ഓൺലൈനിലൂടെ. കടകളില്ല, ഓൺലൈനിൽ കൂടെ ആപ്പ് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു, സാധനം ഷിപ്പ് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് രണ്ട് പ്രധാനപ്പെട്ട റിസ്കുകളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റിനെ സംബന്ധിച്ചുള്ള റിസ്ക് ആണ്. ആ വെബ്സൈറ്റ് തകരാറായി കഴിഞ്ഞാൽ സെയിൽസിനെ ബാധിക്കും. വെബ്സൈറ്റ് ഹാങ് ആയാൽ സെയിൽസിനെ ബാധിക്കും. സോ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ റിസ്ക് ആണ്. അവരുടെ മെയിൻ ഓപ്പറേഷൻസ് നടക്കുന്നത് ആ വെബ്സൈറ്റിലാണ്. വെബ്സൈറ്റ് ഇല്ലെങ്കിൽ കച്ചവടം ഇല്ല. രണ്ടാമത്തെ ഒരു റിസ്ക് എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റാലിറ്റി ആണ്. ലോകമെമ്പാടും സാധനം വിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോ രാജ്യത്തും വ്യത്യസ്ത കറൻസി റേറ്റ് ആയിരിക്കും. അപ്പൊ അതില് ചിലപ്പോൾ ബുക്ക് ചെയ്യുന്ന ദിവസമുള്ള റേറ്റ് ആയിരിക്കണമെന്നില്ല സാധനം കയ്യിൽ കിട്ടുമ്പോൾ. അപ്പൊ അവരുടെ പ്രോഫിറ്റബിലിറ്റിനെ ഈ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ബാധിക്കും. അപ്പൊ ഓൺലൈൻ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട റിസ്കിനെ നമുക്ക് ഏത് ടൈപ്പ് റിസ്ക് എന്ന് പറയാൻ പറ്റും? എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട റിസ്കിനെ ഏത് റിസ്ക് എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഓൺലൈൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ദാറ്റ് ഈസ് ഓപ്പറേഷണൽ റിസ്ക്. രണ്ടാമത്തെ റിസ്ക് എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് ആണ്. എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വോളറ്റാലിറ്റി ഏത് റിസ്ക് ആണ്? ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. സോ ഓപ്പറേഷൻ റിസ്കും ഫൈനാൻഷ്യൽ റിസ്കും ഏതാണ് ഓപ്ഷൻസ്? ഓപ്ഷൻ ഡി, ഓപ്പറേഷണൽ റിസ്ക് ആൻഡ് ഫൈനാൻഷ്യൽ റിസ്ക്. Next question. When implementing an enterprise risk management process, what steps should an organization take first? ഒരു ERM പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ തൊട്ട് മുന്നേ ഒരു ഓർഡർ പഠിച്ചിരുന്നു. ആദ്യം ചെയ്യേണ്ടത് എന്ത്, രണ്ടാമത് ചെയ്യേണ്ടത് എന്ത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സ്ട്രാറ്റജി ആൻഡ് ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. യു ഷുഡ് എസ്റ്റാബ്ലിഷ് യുവർ strategies and objectives. That is the first thing you have to do when you are implementing a enterprise risk management process. Okay, already പറഞ്ഞതാണ്. So we can go to the next question.
I will finish this video at 30 questions. So ബാക്കിയുള്ള 32 questions ഉണ്ട്, അതൊരു സെക്കൻഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. Question number 26. A rice farmer has decided to protect against a possible price fluctuations at the time of harvest by purchasing some rice options. What type of risk response strategy has the rice farmer engaged in? നേരത്തെ നമ്മൾ ഒരു ഗ്രെയിനിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ഒരു ഫാർമറിന് അയാളുടെ സാധനം വിൽക്കണം, സാധനം വിൽക്കുന്നതിന് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആ പ്രൈസ് ഫ്ലക്ച്വേഷൻസിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് അദ്ദേഹം ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു, ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആർ ഫോർവേഡ് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്നതിലൂടെ അദ്ദേഹം എന്ത് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഇപ്പോ പ്രൈസ് ഫ്ലക്ച്വേഷനിലൂടെ അദ്ദേഹം ചെയ്യുന്ന എന്താണ്? മറ്റൊരാളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എത്തുന്നു. അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ എന്റെ ഈ സാധനം താൻ വാങ്ങിക്കോണം എന്നുള്ളതാണ് എഗ്രിമെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് 100 രൂപയാണെന്ന് വിചാരിക്കും. 1 കിലോയ്ക്ക് 100 രൂപ, 1 കിലോ അരിക്ക് 100 രൂപയാണ് ഫിക്സ് ചെയ്യുന്നത്. എന്റെ എക്സ്പെക്ടേഷൻ എന്തുവാ? വില കുറയും, 100 താഴെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഞാൻ 100 രൂപയ്ക്ക് തന്നെ എഗ്രി ചെയ്യുന്നു. ഇത് വാങ്ങാൻ വരുന്നവന്റെ ഉദ്ദേശം എന്തുവാ? മാർക്കറ്റിൽ വില കൂടുമെന്നായിരിക്കും. അവൻ വിചാരിക്കും 105 ആവും, 110 ആവും. അപ്പൊ അവൻ 100 രൂപയ്ക്ക് തന്നെ കിട്ടണം. അതുകൊണ്ട് അവൻ 100 രൂപയ്ക്ക് എൻഗേജ് ചെയ്യും. അപ്പൊ ഇവിടെ രണ്ടാളുകൾക്കും റിസ്ക് ഉണ്ട്, രണ്ടുപേർക്ക് റിസ്ക് ഉണ്ട്. വില കുറഞ്ഞാൽ ഞാൻ നഷ്ടത്തിലാവും, വില കൂടിയാൽ ഞാൻ നഷ്ടത്തിലാവും, അതായത് ഫാർമർ നഷ്ടത്തിലാവും. മാർക്കറ്റിൽ 110 രൂപയുള്ള ഒരു സാധനം ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും? 100 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. 10 രൂപ എനിക്ക് ലോസ് ആണ്. ഇനി വില കുറയുകയാണെങ്കിൽ ബയ്യറിന് നഷ്ടവും. മാർക്കറ്റില് 85 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം അയാൾ 100 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ രണ്ടാളുകൾക്ക് എന്തുണ്ട്? റിസ്ക് ഉണ്ട്. സോ റിസ്ക് ഈസ് ഷെയർഡ് ആണ്. ഇവിടെ റിസ്ക് എന്താണ്? ഷെയർ ചെയ്തിരിക്കുകയാണ്. രണ്ട് വ്യക്തികളിലേക്ക് റിസ്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഷെയർ ചെയ്തിരിക്കുകയാണ്. ഹെഡ്ജിങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇസ് കൈൻഡ് ഓഫ് എ റിസ്ക് ഷെയറിങ്. എക്സാമ്പിൾ ഫോർ ഹെഡ്ജിങ് എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസ് വാങ്ങുന്നത്, ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ റിസ്ക് ഷെയറിങ്. രണ്ട് കൂട്ടർക്ക് എന്തുണ്ട്? റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാത്ത കൂട്ടരാകാ ഇഫ് യു ആർ ബൈങ് എ കോൾ ഓപ്ഷൻ ഓർ എ പുട്ട് ഓപ്ഷൻ. അത് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ റിസ്ക് ഇല്ല. കാരണം കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഇല്ല. ആരാണ് നിങ്ങളുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് അവനാണ് റിസ്ക്. Question number 27. According to COSO, which component of ERM addresses an entity's operating structure and core values? കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സ്ട്രക്ചറും കോർ വാല്യൂസും അഡ്രസ് ചെയ്യുന്നത് ഏത് കമ്പോണന്റിലാണ്? അപ്പൊ കോസോയുടെ കമ്പോണന്റ് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, കോസോ കമ്പോണൻസ് വി ഹാവ് ലോട്ട് ഓഫ് കമ്പോണൻസ്. നിങ്ങളുടെ കാണാൻ സാധിക്കും 5 കമ്പോണൻസ് ഉണ്ട് കോസോയ്ക്ക്. ഗവർണൻസ് ആൻഡ് കൾച്ചർ, സ്ട്രാറ്റജി ആൻഡ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, പെർഫോമൻസ്, റിവ്യൂ ആൻഡ് റിവിഷൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പൊ ഈ 5 കമ്പോണന്റുകളിലായിട്ട് 20ഓളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ആക്ച്വലി ഇന്നവേ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. ബിക്കോസ് ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ തന്നിട്ട് അത് ഏത് കമ്പോണന്റിൽ ഉൾപ്പെടുന്നതാണ് എന്നായിരിക്കും ചോദിക്കുക. ഇപ്പൊ ചോദിച്ചതുപോലെ അപ്പൊ നമ്മുടെ ചോദിച്ചതായിരുന്നു ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ ഏതാണ്? ഗവർണൻസ് ആൻഡ് കൾച്ചറിലുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് കോർ വാല്യൂസ്. ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് കോർ വാല്യൂസ് ഇതിനകത്താണ്, ഗവർണൻസ് ആൻഡ് കൾച്ചർ ആണ്. അപ്പൊ ഇത് പഠിക്കാൻ നമ്മൾ ആ പ്രിൻസിപ്പിൾസും കമ്പോണൻസും കാണാതെ പഠിക്കേണ്ടി വരും. ബാക്കിയൊന്നും കാണാതെ പഠിക്കേണ്ട, ബട്ട് ഇത് കുറച്ചൊന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ആ 5 കമ്പോണൻസ് ഓർത്തിരിക്കുക. ഓരോ കമ്പോണന്റിലും ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഉണ്ടാകുക എന്നുള്ളതും ഓർത്തിരിക്കുക. സോ ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് കോർ വാല്യൂസ് ഈസ് പാർട്ട് ഓഫ് ഗവർണൻസ് ആൻഡ് കൾച്ചർ. Question number 28. Each of the following is a limitation of ERM except. ERM-ന്റെ ലിമിറ്റേഷൻ അല്ലാത്തത് ഏത്? ERM-ന്റെ ലിമിറ്റേഷൻ അല്ലാത്തത് ഏത്? ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കുക, സ്വയം ഒന്ന് വായിച്ചു നോക്കുക ഏതാണ് ശരി ഉത്തരം എന്നുള്ളത്. ഇതിൽ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ERM can provide absolute assurance with respect to objective categories. What is this absolute assurance? Absolute assurance എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് നോട്ട് പോസിബിൾ. അത് ലിമിറ്റേഷനും അല്ല ബെനിഫിറ്റും അല്ല. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്.
ഈ കൂട്ടത്തിൽ ഒട്ടും വാലിഡ് അല്ലാത്തതും ഇറലവന്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. യു നോബഡി ക്യാൻ പ്രൊവൈഡ് യു ആൻ അബ്സല്യൂട്ട് അഷുറൻസ്. അവിടെ റീസണബിൾ അഷുറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് റൈറ്റ്, റീസണബിൾ അഷുറൻസ്. ഒരാൾക്ക് ഒരു റീസണബിൾ രീതിയിൽ പറയാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും എന്ന് പറയും. അല്ല, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ തന്നെ കിട്ടും എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഡോണ്ട് ഫേസ് എനി റിസ്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാവുകയില്ല, നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യും, ഒരു രീതിയിലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്, 99.9% കീടാണുക്കളെ കൊല്ലാൻ പറ്റുള്ളൂ, 0.01 അവിടെ കാണും. റീസൺ എന്താ? 100% ഈസ് നോട്ട് പോസിബിൾ. സോ ഒരു കാര്യത്തിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ മാത്രമല്ല, ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഏത് ഓപ്ഷനിലും 100% ഗ്യാരണ്ടി, 100% അഷുറൻസ്, അബ്സല്യൂട്ട് അഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ ദാറ്റ് ഓപ്ഷൻ ഈസ് റോങ്. അതെന്താണ്? തെറ്റാണ്. അപ്പൊ അത്തരം ഓപ്ഷൻസ് കണ്ടാൽ അപ്പം തന്നെ അത് ഡിസ്കാർഡ് ചെയ്ത് വെക്കുക. ഹിയർ ലിമിറ്റേഷനും അല്ല, ഇത് ബെനിഫിറ്റും അല്ല. ലിമിറ്റേഷൻ അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കരുത് ഓക്കെ ഇത് ബെനിഫിറ്റ് ആയിരിക്കുമല്ലോ, ബെനിഫിറ്റും അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? വേഗായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Question number 29. According to COSO, the benefit of ERM include all of the following except. താഴെ തന്നിരിക്കുന്നതിൽ ERM-ന്റെ ബെനിഫിറ്റ് ആണ് 3 ഒന്നൊഴികെ. ഏതാണ് ഒന്ന്? തൊട്ട് മുന്നേ ചെയ്ത പറഞ്ഞ പോയിന്റിനകത്തുള്ളത്. You cannot eliminate all risk. Again, ഞാൻ നേരത്തെ പറഞ്ഞു 99.9% കീടാണുക്കളെ കൊല്ലാൻ പറ്റും, 0.01 അവിടെ ഉണ്ടാവും. സോ നോട്ട് ഓൺലി ERM, നത്തിങ് ക്യാൻ എലിമിനേറ്റ് ഓൾ റിസ്ക്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ലോകത്ത് നമുക്കൊരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ റിസ്ക് ഉണ്ടെന്ന് വിചാരിക്കും, ആ റിസ്കിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. അൺലെസ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇൻഷുറൻസ് എടുത്തിട്ട് 100% ഇൻഷുറൻസ് കിട്ടുന്ന, കവറേജ് കിട്ടുന്ന ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ റിസ്കിനെ മാത്രമായിട്ട് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന പറയാം. ഇൻഷുറൻസ് കമ്പനീസ് ഒരിക്കലും നമുക്ക് 100% തന്നെ തരാറില്ല. അവർ വന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് മാക്സിമം അവർക്ക് തോന്നുന്ന ഒരു എമൗണ്ട് ആയിരിക്കും തരിക. 90%, 95% റേഞ്ചിൽ വരുത്തുള്ളൂ. അപ്പൊ അത് വിടും. ഇൻഷുറൻസ് വിട്ടാൽ പോലും വേറെ ഒരു കാര്യത്തിലും വി കനോട്ട് എലിമിനേറ്റ് ഓൾ റിസ്ക്. ഇപ്പം നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കുന്നു, നമ്മൾ ഗ്ലൗസ് ഇടുന്നു, മോട്ടോർ ജീപ്പിലൊക്കെ ആൾക്കാർ ഓടിക്കുന്ന പോലെ ഡ്രസ്സ്, സേഫ്റ്റി ഗാർഡൊക്കെ വെക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താലും വണ്ടി ആക്സിഡന്റ് ആവാൻ സാധ്യതയുണ്ട്. സോ കനോട്ട് എലിമിനേറ്റ് ദാറ്റ് റിസ്ക്. വി കനോട്ട് എലിമിനേറ്റ് ഓൾ റിസ്ക്. ദാറ്റ് ഈസ് എ പോയിന്റ്. Elimination of all risk എന്ന് പറയുന്നത് is not at all possible. You can manage risk, you can reduce risk, you can reduce risk to a certain extent. Cannot eliminate all risk. So ഈ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. Management considers risk appetite for all of the following reasons except. അപ്പൊ ഇത് നമ്മൾ റിസ്ക് ആപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം അറിയില്ല. റിസ്ക് ആപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് റിസ്ക് ദ കമ്പനി ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ്. ഒരു കമ്പനി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന എമൗണ്ട് ഓഫ് റിസ്കിനെയാണ് റിസ്ക് ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ആപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റുന്നതെല്ലാം കഴിക്കാൻ പറ്റും. നമുക്ക് കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് മാറും, അല്ലെ? പിന്നെ കഴിക്കാൻ തോന്നത്തില്ല. ഇനി എത്ര വലിയ ഫുഡ് ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കില്ല. ബിക്കോസ് അവർ ആപ്പറ്റൈറ്റ് ഈസ് അപ് ടു ദാറ്റ് ലെവൽ ഉള്ളി. ദാറ്റ് ഡസന്റ് മീൻ നമ്മുടെ മാക്സിമം റിസ്ക് കപ്പാസിറ്റി അതാണെന്നല്ല. റിസ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എൻ്റയർലി വേറെ സാധനമാണ്. ബിക്കോസ് നമ്മുടെ വയറ്റിൽ ചിലപ്പോൾ കുറച്ചുകൂടെ സ്ഥലം കാണും, വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ അത് പിന്നീട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും, മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പൊ റിസ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദ മാക്സിമം റിസ്ക് വി ക്യാൻ സഫർ. ഒരു ആൾക്ക്, ഒരു വ്യക്തിക്ക്, ഒരു കമ്പനിക്കോ എടുക്കാൻ പറ്റുന്ന മാക്സിമം റിസ്കിനെയാണ് റിസ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. റിസ്ക് ആപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ the amount of risk we are willing to accept. ഫോർ എക്സാമ്പിൾ ആയിട്ട് ന്യൂമറിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് കപ്പാസിറ്റി ചിലപ്പോൾ 10 ലക്ഷം ആയിരിക്കും, പക്ഷെ റിസ്ക് ആപ്പറ്റൈറ്റ് ചിലപ്പോൾ 7 ലക്ഷം ആയിരിക്കും. എന്തായാലും നമുക്ക് വേണമെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ റിസ്ക് വെച്ചിട്ട് ബിസിനസ് ചെയ്യാം, പക്ഷേ നമുക്ക് 7 ലക്ഷം വരെ വെക്കാനേ മനസ്സുള്ളൂ. അതേ നമ്മളെ കൊണ്ട് പറ്റൂ. അതിൽ കൂടുതൽ ലോസ് ഉണ്ടായാൽ നമുക്ക് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. സോ 7 lakh is our risk appetite, 10 lakh would be our maximum risk capacity. ഇവിടെ ചോദ്യം, നമ്മൾ റിസ്ക് ആപ്പറ്റൈറ്റ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും, അതിൽ കൺസിഡർ ചെയ്യാത്തൊരു കാര്യം എന്ത് എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഞാനൊരു പിക്ചർ കാണിക്കാം.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ 1, 2, 3, 4 എന്നുള്ള പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. റിസ്ക് ആപ്പറ്റൈറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് കൺസിഡർ അലൈനിങ് വിത്ത് റിസ്ക് ആപ്പറ്റൈറ്റ് ഷുഡ് അലൈൻ വിത്ത് ഡെവലപ്മെന്റ് ഓഫ് അവർ സ്ട്രാറ്റജി. നമ്മുടെ സ്ട്രാറ്റജിയുടെ ഡെവലപ്മെന്റുമായിട്ട് അലൈൻ ചെയ്തു പോകണം. ബിസിനസ് ഒബ്ജക്റ്റീവ്സുമായിട്ട് അലൈൻ ചെയ്തു പോകണം. റിസ്ക് പ്രയോറിറ്റൈസിംഗുമായിട്ട് അലൈൻ ചെയ്തു പോകണം. അതുപോലെ തന്നെ റിസ്ക് റെസ്പോൺസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും വി ഷുഡ് കൺസിഡർ റിസ്ക് ആപ്പറ്റൈറ്റ്. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ ചേരാത്ത വ്യക്തി ആരാണ്? റിസ്ക് കപ്പാസിറ്റി സെറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ റിസ്ക് കപ്പാസിറ്റി ഈസ് എൻറ്റയർലി എ ഡിഫറെന്റ് തിങ്. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് റിസ്ക്. ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് റിസ്ക് ആൻഡ് എൻറ്റിറ്റി ഈസ് ഏബിൾ ടു അസ്യൂം. മാക്സിമം റിസ്ക് ആണ്. എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും അത്രയും റിസ്കിനെയാണ് റിസ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. റിസ്ക് ആപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് റിസ്ക് വി ആർ വില്ലിംഗ് ടു എക്സ്. വയറ്റിൽ ചിലപ്പോൾ ഫുൾ അൽഫാം കഴിക്കാൻ സ്ഥലം ഉണ്ടാവും, ബട്ട് ഹാഫ് അൽഫാം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് മതിയാവും. സോ ആ ഹാഫ് അൽഫാം ആണ് നമ്മുടെ റിസ്ക് ആപ്പറ്റൈറ്റ്, ഫുൾ അൽഫാം ആണ് നമ്മുടെ risk capacity. Okay, that's end of 30 questions complete. We also have another 30 questions to go. So I will see you in that video. I hope you understand these 30 questions. And again, doubts and comment. Okay, thank you.